السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുകയും ആ സ്നേഹത്തിൻ്റെ മേലെ ഒരുമിച്ച് കൂടുകയും എല്ലാം ചെയ്യുക എന്നുള്ളത് മഹത്തായിട്ടുള്ള ഇബാദത്താണ്. അതുപോലെ തന്നെ അള്ളാഹുവിനു വേണ്ടി സ്നേഹിക്കുന്ന സഹോദരങ്ങളെ അള്ളാഹുവിനു വേണ്ടി മാത്രമുള്ള സ്നേഹബന്ധത്തിൻ്റെ മേലെ പരസ്പരം സന്ദർശിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ സ്നേഹം നിർബന്ധമാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതുമാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ കണ്ടുമുട്ടുമ്പോൾ, ഒരുമിച്ച് കൂടുമ്പോൾ ആ ഒരു നിയ്യത്തുണ്ടാവുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലായത്ത് നേടിത്തരുന്ന, അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം നിർബന്ധമാക്കുന്ന ഉന്നതമായ സ്ഥാനം നേടിത്തരുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ നിയ്യത്തുകൾ ആ നിലയ്ക്ക് ശരിയാക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ഇന്ന് ഈ ഒരു മജ്ലിസിൽ സംസാരിക്കുന്ന വിഷയം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പാപങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ പാപങ്ങൾ സംഭവിക്കുന്നതിൽ നിന്ന് സ്വന്തത്തെ നിയന്ത്രിക്കാൻ, സ്വന്തം ആത്മാവിനെ നിയന്ത്രിക്കാൻ ഉപകരിക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പല കിതാബുകളിൽ പല രീതിയിൽ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. നാം വായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരുപാട് പ്രധാനപ്പെട്ട പാഠങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള ത്വരീഖുൽ ഹിജ്റത്തൈൻ വബാബു സഅദത്തൈൻ എന്നുള്ള കിതാബിൽ നിന്ന് ഉള്ള ഒരു ഭാഗമാണ്. വായിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമുക്കറിയാം, നാം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാൻ വേണ്ടി മാത്രം, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മെ ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിച്ച് ഷിർക്കിലേക്കും കുഫറിലേക്കും എത്തിക്കാൻ യഥാസമയം നമ്മുടെ മരണത്തിൻ്റെ അവസാന ശ്വാസം വരെ പണിയെടുക്കുന്ന അള്ളാഹു തആല നമ്മുടെ മേലെ വ്യക്തമാക്കി തന്നിട്ടുള്ള നമ്മുടെ ശത്രുവാണ് ശൈത്താൻ എന്നുള്ളത്. അതിനു പുറമെ നമുക്ക് പരീക്ഷണമായിക്കൊണ്ട് നമ്മുടെ നഫ്സ്, നമ്മുടെ മനസ്സ് തെറ്റുകളിലേക്ക് പ്രേരിപ്പിക്കാനും ഷഹ്വത്തുകളെ പിൻപറ്റാനുമെല്ലാം നമ്മുടെ മനസ്സിനെയും പരീക്ഷണമായി അള്ളാഹു നമ്മിൽ സംവിധാനിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ പറയുന്നത് പോലെ പുറത്തു നിന്നുള്ള ഒരു ശത്രുവുമുണ്ട്, അകത്തു നിന്നുള്ള ഒരു ശത്രുവുമുണ്ട്. അപ്പോൾ ഇവർ നമ്മെ ഏത് സമയവും തെറ്റിക്കാൻ, അള്ളാഹുവിലേക്കുള്ള നേരായ പാതയിൽ തെറ്റിക്കാൻ, അവസാനം ശിർക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരാണ്. അപ്പം അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കവാടം, അല്ലെങ്കിൽ ശിർക്കിലും കുഫറിലും മനുഷ്യന്മാരെത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കവാടമാണ് പാപങ്ങളിൽ അവനെ മുഴുകിക്കുക എന്നുള്ളത്. പാപങ്ങൾ അവൻ്റെ മേലെ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമായി, അതിലടിമപ്പെടുന്ന അവസ്ഥയാക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നീട് അവനെ ശിർക്കിലേക്കും കുഫറിലേക്കും എത്തിക്കുക എന്നുള്ളത് എളുപ്പമുള്ള പണിയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അഷ്ഹവതു സാബൂൻ ശുബ്ഹാത്ത് എന്ന് പറയാറുള്ളത്. ഷഹ്വത്തുകൾ എന്നുള്ളത് ശുബ്ഹത്തുകളിലേക്കുള്ള സോപ്പാണ് എന്ന്, അഥവാ അതിലേക്ക് വഴുത്തി വീഴ്ത്തുന്ന ഒരു കാര്യമാണ് എന്നുള്ളത്. നമ്മുടെ എല്ലാം ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ പരസ്യമായ ജീവിതത്തിൽ നാം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന രൂപവും വേഷവും പെരുമാറ്റവും സംസാരവും എല്ലാം ഉള്ള ആളുകളായിരിക്കും. പക്ഷെ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ അള്ളാഹുമായി മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള അവസരങ്ങളിൽ നാം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും നാമും അള്ളാഹു സുബ്ഹാനഹു വ തആലയും തമ്മിൽ എത്രത്തോളമാണ് ബന്ധമുള്ളത്, അല്ലെങ്കിൽ അള്ളാഹുവിനോട് എത്രത്തോളമാണ് നമുക്ക് സത്യസന്ധത കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതല്ലാതെ പറ്റുന്നൊരു അപകടം, പാപങ്ങൾ മുഴുകിക്കഴിഞ്ഞാൽ, പാപങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതൊരു പാപമാണ്, അതൊരു തെറ്റാണ് എന്നുള്ള അതിൻ്റെ ഒരു കുത്തൽ, അത് നീങ്ങിപ്പോയി പാപം ചെയ്യുമ്പോൾ നാം അറിയാത്തൊരവസ്ഥ, നമുക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാത്തൊരവസ്ഥയിൽ മനസ്സായിത്തീരുന്ന അവസ്ഥയുണ്ട്. ഇങ്ങനെ പല ഘടകങ്ങൾ പാപങ്ങളുടെ ഫലമായി ഉണ്ടാവുകയും പിന്നീട് അത് ശിർക്കിലും കുഫറിലും എത്തിച്ചേരുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ നമ്മുടെ ജീവിതത്തിൽ
നാം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നാം ആലോചിക്കേണ്ട, പഠിക്കേണ്ട, ഗുണപാഠം ഉൾക്കൊള്ളേണ്ട കാര്യമാണ് പാപങ്ങളിൽ സ്വന്തത്തെ നിയന്ത്രിക്കുക എങ്ങനെയാണ് എന്നുള്ളത്. എങ്ങനെയാണ് പാപങ്ങളിൽ സ്വന്തത്തെ നിയന്ത്രിക്കുക എന്നുള്ളത്. قال رحمه الله في طريق الهجرتين وباب السعدتين. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ നാം നേരത്തെ പറഞ്ഞ കിതാബിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഒരു തലക്കെട്ടായിക്കൊണ്ട് ഖാഇദത്തുൻ അസ്സബ്റു അനിൽ മഅസിയതി യൻശഉ മിൻ അസ്ബാബിൻ അദീദ. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറയുകയാണ്, അസ്സബ്റു അനിൽ മഅസിയ, പാപങ്ങളെ തൊട്ടുള്ള സ്വബർ. സ്വബർ എന്നുള്ള പദത്തിന് പൊതുവെ നമ്മൾ ക്ഷമ എന്നുള്ള വാക്ക് പറയുമെങ്കിലും അതിന് ഏറ്റവും യോജിച്ചത് ആത്മനിയന്ത്രണം എന്നുള്ള വാക്കാണ്. ആത്മനിയന്ത്രണം എന്നുള്ളത് നാം കേട്ട് പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കും. നന്മ ചെയ്യുന്നതിലുള്ള സ്വബർ, പാപത്തിനെ ഒഴിവാക്കുന്നതിലുള്ള സ്വബർ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഖദറിലുള്ള സ്വബർ. അതിൽ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ക്ഷമ എന്ന അർത്ഥം വെച്ച് പറയുന്നതിനേക്കാൾ അതിൻ്റെ അർത്ഥം പരിപൂർണമാവുക സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ആത്മനിയന്ത്രണം, അഥവാ അത് ചെയ്യാനുള്ള ആ ഒരു പ്രോത്സാഹനം നൽകിക്കൊണ്ടുള്ള അതിൻ്റെ ചെയ്യൽ. അതുപോലെ തന്നെ പാപങ്ങളിൽ നിന്നുള്ള ആത്മനിയന്ത്രണം, അതിനെ പിടിച്ചു നിൽക്കൽ. അള്ളാഹുവിൻ്റെ വിധി നടക്കുമ്പോൾ എന്താണോ സംഭവിക്കുന്നത് അതിൽ സ്വന്തത്തെ നിയന്ത്രിക്കുക എന്നുള്ളത്. അതാണ് കൂടുതൽ ആഴത്തിൽ അതിൻ്റെ ആശയത്തെ, അറബിയിലുള്ള ആശയത്തെ മനസ്സിലാക്കി തരുന്ന കാര്യം. എന്നിട്ട് പറയുകയാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്, അങ്ങനെ പാപങ്ങളെ തൊട്ട് സ്വന്തത്തെ നിയന്ത്രിക്കാൻ, അഥവാ പാപങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അതിൽ വീഴാതെ പിടിച്ചു നിൽക്കാൻ, അതിൽ തുടർന്നു പോകാതെ തൗബ ചെയ്ത് മടങ്ങാൻ, അതിനെല്ലാമുള്ള കാരണങ്ങൾ, അത് പിടിച്ചു നിൽക്കാൻ പ്രേരകമാകുന്ന കാരണങ്ങൾ പലതാണ്. പല കാരണങ്ങൾ അതിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്നു ഖയ്യിം ആരംഭിക്കുന്നത്. അഹ്ദുഹ, അതിൽ ഒന്നാമത്തേത് ഇൽമുൽ അബ്ദി ബിഖുബ്ഹിഹാ വറദാലതിഹാ വദനാഅതിഹാ, ഒരടിമ മനസ്സിലാക്കലാണ് അവൻ്റെ ആ പാപം, അവൻ ആ ചെയ്യുന്ന പാപം, അതിൻ്റെ നിരർത്ഥകത, അതിൻ്റെ മ്ലേച്ഛത, അതിൻ്റെ നിന്ദ്യത, അത് എത്രത്തോളം തരം താഴ്ന്നതാണ് എന്നുള്ളത്. നമ്മൾ ഒരു തെറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ ആ പാപത്തെക്കുറിച്ച് തന്നെ നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. നമ്മൾ നമ്മുടെ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ചോ, നമ്മുടെ മക്കളുടെ മുമ്പിൽ വെച്ചോ, അല്ലെങ്കിൽ അയൽവാസികളുടെ മുൻപിൽ വെച്ചോ, അല്ലെങ്കിൽ മാന്യന്മാരായിട്ടുള്ള ആളുകളുടെ സദസ്സിൽ വെച്ചോ നമ്മൾ ചെയ്യില്ല. കാരണം എന്താണ്? അത് അത്രയും മ്ലേച്ഛമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ്. അപ്പോൾ ആ തെറ്റ്, ആ പാപം, അത് മ്ലേച്ഛമാണ് എന്ന് ആലോചിക്കുക എന്നുള്ളത് തന്നെ ഒരുത്തന് പാപത്തിൽ നിന്ന് ഒഴിവാകാൻ പ്രേരകമേകുന്ന കാര്യമാണ്. വഅന്ന അല്ലാഹ ഇന്നമാ ഹറമഹാ വനഹാ അൻഹാ സുയാനതൻ വഹിമായതൻ അനിദ്ദനായ വറദാഇൽ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പാപങ്ങളെ ഹറാമാക്കിയിട്ടുള്ളത്, വിരോധിച്ചിട്ടുള്ളത്, അത് അടിമയ്ക്ക് സംരക്ഷണമായിക്കൊണ്ടാണ്. അടിമയെ സുയാനത്ത്, സംരക്ഷണമായിക്കൊണ്ടും അവനെ കാത്തു സൂക്ഷിക്കാനും വേണ്ടിയിട്ടാണ്. എന്തിനെ തൊട്ട്? അനിദ്ദനായ വറദാഇൽ, മ്ലേച്ഛമായ വൃത്തികെട്ട ആ കാര്യങ്ങൾ, അതിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ദീനിൽ ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹു തആല ഹറാമാക്കുന്നതിന് മുമ്പ് തന്നെ അത് ഖബീസായിരിക്കും. മ്ലേച്ഛമായൊരു കാര്യമല്ലാതെ അള്ളാഹു ഹറാമാക്കിയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം ഹലാലാക്കിയിട്ടുണ്ട് എങ്കിൽ അത് ഹലാലാകുന്നതിന് മുമ്പ് തന്നെ ത്വയ്യിബായിരിക്കും. ത്വയ്യിബാകാത്തൊരു കാര്യവും അള്ളാഹു സുബ്ഹാനഹു വതആല ഹലാലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സലീമായ, ഒരു വക്രതയില്ലാത്ത, നേരെ ചൊവ്വയുള്ള ബുദ്ധിയുള്ള ഏത് മനുഷ്യനും ഇസ്ലാമിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ, ചിന്തിച്ചു കഴിഞ്ഞാൽ, നിയമവ്യവസ്ഥകളെ നോക്കിക്കഴിഞ്ഞാൽ അവന് ബോധ്യപ്പെടും, ഒരിക്കലും ഇസ്ലാം ഹറാമാക്കിയ കാര്യം നല്ലതാണ് എന്നോ ഇസ്ലാം അനുവദിച്ച കാര്യം മോശമാണ് എന്നോ ഒരു ആളും പറയുകയില്ല. അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് സംരക്ഷണം, അഥവാ അടിമകൾക്ക് സംരക്ഷണം ഉണ്ടാവാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ വിരോധിച്ചിട്ടുള്ളത്. കമാ യഹ്മി അൽവാലിദു ഷഫീഖ് വലദഹു അമ്മാ യദുറുഹു, ഏതുപോലെ തൻ്റെ മകനോട് അങ്ങേയറ്റം പ്രിയമുള്ള, സ്നേഹമുള്ള, കൃപയുള്ള ഒരു പിതാവ്, ആ പിതാവ് തൻ്റെ മകന് അല്ലെങ്കിൽ തൻ്റെ സന്താനത്തിന് ദോഷമുണ്ടാകുന്ന കാര്യത്തിൽ നിന്ന് അവനെ സംരക്ഷിക്കുന്നത് പോലെ. ഇപ്പം നമ്മൾ ആലോചിച്ചാൽ മതി, നമുക്ക് മക്കളുണ്ടാകും, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ദോഷം, ഒരു അപകടം, ഒരു ഉപദ്രവം സംഭവിക്കാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവനെ സംരക്ഷിക്കും. ഏത് തരത്തിലാണെങ്കിലും സംരക്ഷിക്കും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ദോഷം വരാതിരിക്കാൻ, നമുക്ക് അതിൻ്റെ ദോഷങ്ങളും അപകടങ്ങളും സംഭവിക്കാതിരിക്കാൻ അല്ലാഹു തആല നമ്മുടെ മേലെ ഹറാമാക്കിയതാണ് നമുക്ക് സംരക്ഷണമായിക്കൊണ്ട്. വഹാദ സബബു യഹ്മിലുൽ ആഖിലു അലാ തർക്കിഹാ വലൗ ലം യുഅല്ലഖ് അലൈഹാ വഈദുൻ ബിൽ അദാബ്. ഈ കാരണമുണ്ടല്ലോ, ഒന്നാമത്തെ കാരണം
പാപങ്ങളിൽ നിന്ന് സ്വന്തത്തെ നിയന്ത്രിക്കാനുള്ള ഒന്നാമത്തെ കാരണം പറഞ്ഞത് ആ പാപത്തിൻ്റെ നിസ്സാരതയും അതിൻ്റെ നിന്ദ്യതയും അതിൻ്റെ മ്ലേച്ഛതയും കുറിച്ച് ആലോചിക്കുക എന്നുള്ളത്. അത് മാത്രം മതി ബുദ്ധിയുള്ള ഒരുവൻ അത് ഒഴിവാക്കാൻ, ആ പാപം ഒഴിവാക്കാൻ. വലൗലം യുഅല്ലഖ അലൈഹ വഈദുൻ ബിൽ അദാബ്, ആ പാപം ചെയ്താൽ ഇന്ന ശിക്ഷയുണ്ട് എന്ന് അവന് മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടി, അല്ലെങ്കിൽ ആ ശിക്ഷയെ പേടിച്ചിട്ടില്ലെങ്കിൽ കൂടി, ഈ ചെയ്യുന്ന പ്രവർത്തനം അത് മ്ലേച്ഛമാണ്, മോശമാണ്, അത്രയും നിന്ദ്യമാണ് എന്നുള്ള ആ മനസ്സിലാക്കൽ, ബോധ്യപ്പെടൽ തന്നെ അവൻ ആ പാപം ഒഴിവാക്കാൻ മതിയായതാണ്. ഇനി നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ആലോചിക്കുക. നാം ചെയ്തു പോകുന്ന നമ്മുടെ തെറ്റുകളെ കുറിച്ച് ആലോചിക്കുക. അല്ലെങ്കിൽ നാം മുഴുകിപ്പോയിട്ടുള്ള നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാതെ സംഭവിക്കുന്ന തെറ്റുകളെക്കുറിച്ച് ആലോചിക്കുക. അത് എത്രത്തോളം നിന്ദ്യമാണ്, എത്രത്തോളം മ്ലേച്ഛമാണ്, എത്രത്തോളം വൃത്തികെട്ടതാണ്, എത്രത്തോളം മോശമാണ്. ആ ആലോചന തന്നെ ആ പാപം ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്. അസ്സബബു സാനി, രണ്ടാമത്തെ കാരണം, പാപം ഒഴിവാക്കാനുള്ള രണ്ടാമത്തെ കാരണം, അല്ലെങ്കിൽ സ്വന്തത്തെ നിയന്ത്രിക്കാൻ രണ്ടാമത്തെ കാരണം, അൽ ഹയാഉ മിനല്ലാഹി സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ടുള്ള അല്ലാഹുവിനെ കുറിച്ചുള്ള ലജ്ജ. ഹയാ എന്നുള്ളത് ഖൽബിൻ്റെ ജീവനുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ഇസ്ലാമിൻ്റെ സ്വഭാവം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു സൽസ്വഭാവമാണ് അൽ ഹയാ. എല്ലാ ദീനിനും ഒരു സ്വഭാവമുണ്ട്, ഇസ്ലാമിൻ്റെ സ്വഭാവം എന്നുള്ളത് അൽ ഹയാ ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ലജ്ജിക്കുക എന്നുള്ളത്, അള്ളാഹുവിന് മുമ്പിൽ ലജ്ജിക്കുക എന്നുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് പറയുകയുണ്ടായി, ഇസ്തഹ്യൂ മിനല്ലാഹി ഹഖ്ഖൽ ഹയാ, അള്ളാഹുവിനിൽ നിന്ന് ഏറ്റവും പരിപൂർണമായ നിലക്കുള്ള ലജ്ജ നിങ്ങൾക്കുണ്ടാവുക എന്ന് പറഞ്ഞു. അത് പറഞ്ഞു കേട്ടപ്പോൾ സഹാബികൾ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിൽ നിന്ന് ലജ്ജിക്കുന്നുണ്ടല്ലോ റസൂലെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾ എന്താണ് കാണുന്നത്, നിങ്ങൾ എന്താണ് കേൾക്കുന്നത്, നിങ്ങൾ എന്താണ് ഭക്ഷിക്കുന്നത്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, ആ കാര്യങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതാണ് അള്ളാഹുവിനോട് കാണിക്കേണ്ട ലജ്ജ. ആ കാര്യങ്ങളിലാണ് അള്ളാഹുവിനോട് ലജ്ജ ഉണ്ടാകേണ്ടത് എന്ന്. ഇവിടെ സലഫുകൾ പറയാറുള്ളൊരു വാക്കുണ്ട്, നിങ്ങൾ അള്ളാഹുവിനോട് കാണിക്കേണ്ട ലജ്ജ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിൽ ഏറ്റവും മാന്യനായൊരു വ്യക്തിയുടെ മുമ്പിൽ നിങ്ങൾ എങ്ങനെ ലജ്ജ കാണിക്കുന്നുവോ, അഥവാ നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യും, നമ്മുടെ ചില പ്രവർത്തനങ്ങൾ, ഈ തെറ്റൊന്നാവണ്ട, അല്ലാതെ തന്നെ ചിലപ്പോൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അത് ചിലപ്പോൾ 4 ആളുകളുടെ മുമ്പിൽ വെച്ച് നമ്മൾ ചെയ്യില്ല, അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അതെന്താ, ആ ആളുകൾ മാന്യന്മാരായിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവരുടെ മുമ്പിൽ കാണിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്ന ലജ്ജയുണ്ടല്ലോ, അതിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ ലജ്ജ കാണിക്കണം. അതാണ് അൽ ഹയാഉ മിനല്ലാഹ്. ഫഇന്നൽ അബ്ദ മതാ അലിമ ബിനദ്രിഹി ഇലൈഹി വ മഖാമിഹി അലൈഹി, ഒരടിമ എപ്പോഴാണോ അള്ളാഹുവിൽ നിന്ന് അവനിലേക്കുള്ള നോട്ടം, അല്ലെങ്കിൽ അള്ളാഹുവിന് അവൻ്റെ മേലെ ഉള്ള സ്ഥാനം അത് ബോധ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നത്, വന്നഹു ബിമർഅൻ മിൻഹു വ മസ്മഅ, അള്ളാഹു കാണുന്ന സ്ഥലത്തും കേൾക്കുന്ന സ്ഥലത്തുമാണ് ഞാൻ ഉള്ളത് എന്നുള്ളത്. അഥവാ അള്ളാഹു കാണാതെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റൂല, അള്ളാഹു കേൾക്കാതെ നമുക്കൊരു കാര്യം പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സ്ഥാനത്താണ് ഇത് ബോധ്യപ്പെടുന്നത്. വകാന ഹയ്യൻ ഇസ്തഹ്യാ മിൻ റബ്ബിഹി, അവൻ്റെ റബ്ബിൽ നിന്ന് ലജ്ജ കാണിക്കുന്ന ഒരുവനായിത്തീരും. അയ്യതഅറള ലി മസാഖിതിഹി, അല്ലാഹു തആലയുടെ വെറുപ്പിന് കാരണമാകുന്ന കാര്യങ്ങളെ അതിൽ ചെന്ന് വീഴുന്നത്, അത് അല്ലെങ്കിൽ അത് ചെയ്യുന്നതിനെ തൊട്ട് അവൻ ലജ്ജ കാണിക്കുന്ന ഒരാളായിത്തീരും. ലജ്ജ എന്നുള്ളത് സഹോദരങ്ങളെ കേവലം പാപം ഒഴിവാക്കുന്നതിനേക്കാൾ ഉന്നതമായൊരവസ്ഥയാണ്. അതായത് ദീനിൻ്റെ 3 മർത്തബകളുണ്ട്, നമുക്കറിയാം. ഒന്നാമത്തേത് ഇസ്ലാം, രണ്ടാമത്തേത് ഈമാൻ, മൂന്നാമത്തേത് ഇഹ്സാൻ. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യമായിട്ട് നാം ചെയ്യുന്ന കർമ്മങ്ങൾ. ഈമാൻ എന്ന് പറഞ്ഞാൽ ആന്തരികമായിട്ട് നമ്മുടെ ഉള്ളിൽ ഉറക്കേണ്ട വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക്, അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കുക, അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. ഈ ഇഹ്സാനിന് പണ്ഡിതന്മാർ 3 മർത്തബകളിലായിക്കൊണ്ട് പറഞ്ഞത് കാണാം. ഇഹ്സാനിനകത്ത് 3 മർത്തബകളിലായിക്കൊണ്ട്. ഒന്നാമത്തേത് മുറാഖബത്ത്, അള്ളാഹു തന്നെ കാണുന്നുണ്ട് എന്ന നിലക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നത്. രണ്ടാമത്തേത് ഹയാ, നമ്മൾ പറയുന്ന വിഷയം ലജ്ജ, അഥവാ മാന്യന്മാരായിട്ടുള്ള ആളുകൾക്ക് മുമ്പിൽ നാം ചെയ്യാൻ മടിക്കുന്ന പാപങ്ങളല്ലാത്ത കാര്യങ്ങൾ പോലും ചിലത് നമ്മൾ നമ്മുടെ മാതാപിതാക്കളുടെ മുമ്പിൽ ചെയ്യില്ല, വേറെ ബഹുമാനിക്കുന്ന ആളുകളുടെ മുമ്പിൽ ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത്.
മൂന്നാമത്തേത് അൽ ഉൻസു ബില്ലാ, അള്ളാഹുമായിട്ട് അങ്ങേയറ്റത്തെ അടുപ്പം, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റും ശുക്രുമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനായിട്ടുള്ള അടുത്ത ബന്ധം, അതാണ് ഇഹ്സാനിൻ്റെ മൂന്നാമത്തെ ദറജ എന്നുള്ളത്. അപ്പോൾ ഹയാ എന്നുള്ളത് ഒരാളുടെ ദീനിൻ്റെ പരിപൂർണതയുടെ അടയാളമാണ്. അള്ളാഹുവിന് മുമ്പിൽ ലജ്ജ കാണിക്കേണ്ടതുണ്ട്, അള്ളാഹുവിന് മുമ്പിൽ നമ്മൾ ലജ്ജ കാണിക്കേണ്ടതുണ്ട്. അത് ശരിക്കും പരിശോധിച്ച് കഴിഞ്ഞാൽ, ശരിക്കും ചിന്തിച്ച് കഴിഞ്ഞാൽ പാപങ്ങളിൽ നിന്ന് സ്വന്തത്തെ നിയന്ത്രിക്കാനുള്ള ഒരു കാരണമാണ്. അസ്സബബു സാലിസ്, മൂന്നാമത്തെ കാരണം മുറാഅതു നിഅമിഹി അലൈക് വഇഹ്സാനിഹി ഇലൈക്, ശരിക്കും ഒന്ന് വിചിന്തനം ചെയ്യുക, പരിഗണിക്കുക, ചിന്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊരിഞ്ഞിട്ടുള്ള അവൻ്റെ അനുഗ്രഹങ്ങൾ നിൻ്റെ മേലെ, അതുപോലെ തന്നെ അവൻ നിൻ്റെ മേലെ ചെയ്തിട്ടുള്ള ഇഹ്സാനുകൾ, നന്മകൾ നീ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കുക. ആ കാര്യങ്ങൾ ആലോചിക്കുക എന്നുള്ളത് പാപങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ പാപങ്ങളിൽ നിന്ന് സ്വന്തത്തെ നിയന്ത്രിക്കാൻ പ്രേരകമേകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സത്യത്തിൽ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ ഒഴിവാക്കാൻ ഇത് മഹത്തായിട്ടൊരു കാരണമാണ്. കാരണം നമ്മൾ ആലോചിച്ച് നോക്കിയും, നമുക്ക് അള്ളാഹു തആല ആഫിയത്ത് തന്നിട്ടുണ്ട്, ആരോഗ്യം തന്നിട്ടുണ്ട്, നമുക്ക് നല്ല രീതിയിൽ ശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ട്, അത് മലമൂത്ര വിസർജനം ചെയ്ത് പുറത്തു കളയാൻ സാധിക്കുന്നുണ്ട്. ഇതൊന്നും സാധിക്കാത്ത എത്രയോ മനുഷ്യർ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. നമ്മുടെ ചുറ്റുമുണ്ടാകും, നമുക്കറിയുന്നവരുണ്ടാകും, നമ്മുടെ അയൽവാസികളുണ്ടാകും, നമ്മുടെ സുഹൃത്തുക്കളുണ്ടാകും, പലരും ഉണ്ടാകും. അപ്പോൾ അള്ളാഹു തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, അത് സ്വന്തം ശരീരത്തിലാവട്ടെ, സമ്പത്തിലാവട്ടെ, സന്താനങ്ങളിലാവട്ടെ, അത് ആലോചിക്കുക എന്നുള്ളത്. ഇനി ദീനിലാവട്ടെ, നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്ര ആളുകളാണ് ശിർക്ക് കൊണ്ടും കുഫർ കൊണ്ടും ബിദ്അത്ത് കൊണ്ടും മഅസിയത്ത് കൊണ്ടും പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത്, നല്ലൊരു കൂട്ടുകാരില്ലാതെ, സുഹൃത്തുക്കളില്ലാതെ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലെയുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് മഹത്തരമാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ് ഈ ഒരു വിഷയത്തിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഫഇന്ന ദുനൂബ തുസീലു നിഅമ വലാ ബുദ്, തീർച്ചയായിട്ടും പാപങ്ങൾ എന്നുള്ളത്, തെറ്റുകൾ എന്നുള്ളത് പാപങ്ങൾ എന്നുള്ളത് നിഅമത്തുകളെ ഇല്ലാതാക്കും, നിഅമത്തുകളെ നീക്കം ചെയ്യും. പാപങ്ങൾ ചെയ്യുക എന്നുള്ളത് നിഅമത്തുകളെ ഇല്ലാതാക്കുന്ന കാര്യമാണ്. ഫമാ അദ്നബ അബ്ദുൻ ദംബൻ ഇല്ലാ സാലത് അൻഹു നിഅമത്തുൻ മിനല്ലാഹ് ബിഹസബി ദാലിക ദംബ്, ഏതൊരടിമ അവൻ ഒരു പാപം ചെയ്താലും, ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിൻ്റെ അളവനുസരിച്ച്, അല്ലെങ്കിൽ തെറ്റിൻ്റെ ഇനമനുസരിച്ച് അവൻ്റെ ജീവിതത്തിൽ നിന്ന് നിഅമത്ത് നീക്കം ചെയ്യപ്പെടുന്നതാണ്. ഗൗരവമുള്ള കാര്യമാണ്. അവൻ ചെയ്യുന്ന തെറ്റ്, പാപം, ആ ചെയ്യുന്ന പാപം ഏതാണോ, ഏതളവിലാണോ, ഏത് നിലക്കാണോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ ദീനിൽ, അവൻ്റെ ജീവിതത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നീക്കം ചെയ്യപ്പെടും. ഫൈൻ താബ വറാജഅ റജഅത് ഇലൈഹി ഔ മിസ്ലുഹാ, ഇനി അവൻ ഒരു തെറ്റ് സംഭവിച്ചു പോയി, അവൻ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ ആ നീ പോയ അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള അനുഗ്രഹങ്ങൾ അവനിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. വൈൻ അസറ ലം തർജി ഇലൈഹി, ഇനി അവൻ ആ പാപത്തിൽ മുഴുകുകയാണെങ്കിലോ, പാപം അവസാനിപ്പിക്കുന്നില്ല, അതിൽ മുസിറായിക്കൊണ്ട് തുടർന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിലോ, അനുഗ്രഹങ്ങൾ അവനിലേക്ക് തിരിച്ചു വരികയുമില്ല. വലാ തസാലു ദുനൂബു തുസീലു അൻഹു നിഅമതൻ ഹത്താ തസ്ലുബഹു നിഅമ കുല്ലഹാ, ആ പാപങ്ങൾ എന്നുള്ളത് അത് തുടർന്നു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ നിഅമത്തുകളും നീങ്ങിപ്പോകുന്ന അവസ്ഥയിൽ അതായിക്കൊണ്ടേയിരിക്കുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുകയും, നമ്മുടെ കാഴ്ച, നമ്മുടെ കേൾവി, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കൈകൾ, നമ്മുടെ കാല്, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ നിഅമത്താണ്, അള്ളാഹുവിൻ്റെ നിഅമത്താണ്. ആ നിഅമത്ത് കൊണ്ട് അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ എന്താണ് അതിൻ്റെ അവസ്ഥ? ആ നിഅമത്ത് അള്ളാഹു തആല നീക്കം ചെയ്യാൻ അള്ളാഹുവിന് സാധിക്കും. ചില ആളുകൾ ധരിച്ചു പോകുന്ന ഒരു കാര്യം, ഞാൻ ഇത്ര പാപം ചെയ്തിട്ടും എൻ്റെ നിഅമത്തുകൾ ഒരു കുറവും വരുന്നില്ലല്ലോ. സെൽഫുകളിൽ ചിലരോട് പറയപ്പെട്ടപ്പോൾ അവർ തിരിച്ചു പറഞ്ഞ മറുപടി, നീ എത്ര കാലമായി ഇബാദത്തിൻ്റെ ആസ്വാദനം ലഭിച്ചിട്ട്, എത്ര കാലമായി നീ നിസ്കാരത്തിൻ്റെ ഖുശൂ അനുഭവിച്ചിട്ട്, നീ നഷ്ടപ്പെട്ട് നീ അറിഞ്ഞിട്ടില്ല. ഏറ്റവും വലിയ നിഅമത്ത് അതുപോലുള്ള കാര്യങ്ങളാണ് എന്ന്. അതുപോലെ തന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വൈദുൽ ഖാത്തിറിൽ പറയുന്നൊരു സംഭവമുണ്ട്. അദ്ദേഹം എഴുതുകയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഡയറി പോലുള്ള കിതാബാണത്. അദ്ദേഹം എഴുതുകയാണ്, ഒരു ദിവസം പാപം ചെയ്യാൻ എൻ്റെ നഫ്സ് വല്ലാതെ പ്രേരിപ്പിച്ചു, തിന്മകളിലേക്ക്. അപ്പോൾ ഞാൻ ഖുർആൻ എടുത്ത് ഓതാൻ തുടങ്ങി. ഖുർആൻ ഓതുമ്പോൾ എനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല, എന്നാലും ഞാൻ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം സൂറത്ത് യൂസുഫിലെ ഈ ആയത്തെത്തിയപ്പോൾ പെട്ടെന്ന് ഞാനതിൽ ശ്രദ്ധ കൊടുത്തു. വീണ്ടും ഞാനത് ആവർത്തിച്ചു. ഏതാണ് ആയത്ത്?
ഖാല മഅദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സനു മത്വായ് ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഒരു തെറ്റിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ ഇമ്രത്തുൽ അസീസ് ക്ഷണിക്കുന്ന സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കാണ് ഖാല മഅദല്ലാഹ്, അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു. ഇന്നഹു റബ്ബി അഹ്സനു മത്വായ്, എൻ്റെ യജമാനൻ അഥവാ ഈ സ്ത്രീയുടെ ഭർത്താവ് എനിക്കിവിടെ ഏറ്റവും നല്ല താമസ സൗകര്യവും കാര്യങ്ങളും ഒരുക്കി തന്നതാണ്. ഒരു ദുൽമ ചെയ്യുന്നവൻ വിജയിക്കുകയില്ല. എന്നിട്ട് ഇബ്നുൽ ജൗസി പറയുന്നുണ്ട്, ആ യജമാനൻ അവിടെ റബ്ബി എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളത് യജമാനനെയാണ് എന്നുള്ളതാണ് മുഫസ്സിരീങ്ങൾ അധിക പേരും. ചിലർ അള്ളാഹുവിനെ പറ്റി ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അധിക പേരും യജമാനനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന്. എന്നിട്ട് ഇബ്നുൽ ജൗസി പറയുന്നുണ്ട്, ആ യജമാനൻ യഥാർത്ഥ റബ്ബല്ല. ആ വീട്ടിൽ ഭക്ഷണവും താമസവും സൗകര്യം ചെയ്തു കൊടുത്തതാണ്. ആ യജമാനോട് നന്ദികേട് കാണിക്കുന്നത് തന്നെ ശരിയല്ല എന്നാണ് യൂസുഫ് നബി അലൈഹി സ്വലാം അപ്പോൾ പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥ റബ്ബായിട്ടുള്ള അള്ളാഹുവിനോട് നമ്മൾ നന്ദികേട് കാണിക്കുന്നത് എത്ര വലിയ അപകടം പിടിച്ച കാര്യമാണ്. ഇത് നമ്മുടെ നിഅമത്തുകളെ ഇല്ലാതാക്കും, നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ ഇല്ലാതാക്കും. ഇനി നമ്മൾ പാപങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ആരും അറിയാതെ പാപങ്ങളിൽ മുഴുകുന്നുണ്ട്, തെറ്റുകൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്, എല്ലാ കാര്യവും ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഭയപ്പെടണം അത് ഇസ്തിദ്റാജാണോ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരടിമ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, അവന് ഭൗതികമായ വിഭവങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു, അത് മനസ്സിലാക്കിക്കൊള്ളുക അവൻ്റെ മേലെ ഇസ്തിദ്റാജാണ്. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ എല്ലാം കൊടുത്ത് അവസാനം പിടികൂടുന്ന ഒരവസ്ഥ. അത് വളരെ അപകടമുള്ളതാണ്, നാം സൂക്ഷിക്കണം. എന്നിട്ട് ഇബ്നു ഖയ്യിം കൊടുക്കുകയാണ്, ഖാല അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സൂറത്തുൽ റഅദിലെ 11-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖൗമിനെയും മാറ്റുകയില്ല അവരിലുള്ളതിനെ അവർ മാറ്റാതെ. ഇതിന്റെ തഫ്സീർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾ തഫ്സീറായിട്ട് പറയാറുള്ളത് ഒരാൾ സ്വയം വിചാരിച്ചാലേ അള്ളാഹുവിനെ നന്നാക്കുള്ളൂ. അതല്ല അതിന്റെ തഫ്സീർ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. തഫ്സീർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന്റെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിനോടുള്ള കടമകളിൽ എന്ത് മാറ്റമാണോ അവൻ വരുത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു തആല അവനുള്ള അവസ്ഥകൾ മാറ്റുക എന്നുള്ളത്. അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നവനാണോ നന്മ ചെയ്യുന്നവനാണോ അതിനനുസരിച്ചായിരിക്കും അള്ളാഹു അവന്റെ അവസ്ഥയാക്കുക. അള്ളാഹു അവന്റെ ജീവിതത്തിൽ അവൻ പാപങ്ങളിലേക്കും തെറ്റുകളിലേക്കും മാറ്റിയാൽ അള്ളാഹു തആല അവരുടെ മേലെയുള്ള അവസ്ഥകളും മാറ്റിക്കളയും. അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം നേരത്തെ പറഞ്ഞതിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാണ്. വഅലമുൻ നിഅം അൽ ഈമാൻ, ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറഞ്ഞാൽ അത് ഈമാനാണ്. വദംബു സിന വസ്സരിഖ വശുർബുൽ ഖംർ വൻതിഹാബുൻ നുഹ്ബ യുസീലുഹാ വയസ്ലുബുഹാ. വദംബു സിന വ്യഭിചാരം, വസ്സരിഖ കട്ടെടുക്കൽ, വശുർബുൽ ഖംർ മദ്യപാനം, വൻതിഹാബിൻ നുഹ്ബ അതും കട്ടെടുക്കൽ തന്നെയാണ്, പക്ഷേ പരസ്യമായിക്കൊണ്ട് പെട്ടെന്ന് ആളുകളിൽ നിന്ന് കട്ടെടുക്കുന്നതിനാണ് അത് പറയാറുള്ളത്. യുസീലുഹാ വയസ്ലുബുഹ, അത് ഈമാനിനെ നീക്കം ചെയ്യും. കാരണം ഈ കാര്യങ്ങളെല്ലാം ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ മുഅ്മിനായിക്കൊണ്ട് വ്യഭിചരിക്കില്ല, മുഅ്മിനായിക്കൊണ്ട് കട്ടെടുക്കില്ല, മുഅ്മിനായ അവസ്ഥയിൽ അവൻ മദ്യപിക്കില്ല, മുഅ്മിനായ അവസ്ഥയിൽ പിടിച്ചുപറി നടത്തുന്നത് പോലെ നടത്തുകയില്ല എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട്. കാരണം ആ തെറ്റ് ചെയ്യുമ്പോൾ അവനിൽ നിന്ന് ഈമാൻ, ഒരു മുഅ്മിനായിട്ട് ഒരാൾ വ്യഭിചരിക്കുക എന്ന് വിചാരിക്കുക, ആ തെറ്റ് ചെയ്യുന്ന സമയത്ത് അവന്റെ ഈമാൻ അവനിൽ നിന്ന് പുറത്തു നിൽക്കുന്ന, ഈമാൻ അവന്റെ ഉള്ളിലായിക്കൊണ്ട് ആ തെറ്റ് അവന് ചെയ്യാൻ പറ്റൂല. ഈമാൻ ഒരു കൊട പോലെ അവന്റെ മുകളിലായിക്കൊണ്ട് നിൽക്കും, ആ തെറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ ഒപ്പം ഉണ്ടാവില്ല. അപ്പോൾ അത് നീങ്ങുന്ന ഒരവസ്ഥയാണ് പാപം എന്നുള്ളത്. അത് ഘട്ടം ഘട്ടമായി നീങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് അതിൽ മുഴുകുമ്പോൾ ഉണ്ടാവുക. ഇനി സലഫുകളിൽ ചിലർ അവരുടെ പ്രശസ്തമായ ചില വാക്കുകൾ കാണാം. പാപങ്ങൾ കാരണം അവർക്ക് നഷ്ടപ്പെട്ടു പോയ ദീനിയായ അനുഗ്രഹങ്ങൾ. വഖാല ബഅദു സലഫ്, സലഫുകളിൽ ചിലർ പറയാറുണ്ട്, അദ്നബ്തു ദംബൻ ഫഹുരിംതു ഖിയാമൽ ലൈലി സന, ഞാനൊരു പാപം ചെയ്തു, എൻ്റെ മേലെ ഒരു വർഷത്തോളം രാത്രി നിസ്കാരം തടയപ്പെട്ടു എന്നുള്ളത്. രാത്രി നിസ്കാരം തടയപ്പെടുന്നത് പാപത്തിനുള്ള ശിക്ഷയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം നമ്മുടെ പാപങ്ങൾ നമ്മുടെ ദീനിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഒരുപക്ഷെ രാത്രിയിൽ ഒരു സമയത്ത് സുദീർഘമായി നിന്ന് നിസ്കരിച്ചിരുന്ന, അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്ന, അള്ളാഹുവിന് മുമ്പിൽ പൊട്ടിക്കരഞ്ഞിരുന്ന പലർക്കും, നമ്മളിൽ പലർക്കും പിന്നീട് അതിന് സാധിക്കാതെ പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ പാപങ്ങളായിരിക്കും. പക്ഷെ അത് മനസ്സിലാക്കാൻ പോലും നമ്മുടെ ഖൽബിന് സാധിക്കാതെ നാം അശ്രദ്ധയിൽ മുഴുകിപ്പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പാപങ്ങൾ കാരണം ദീനിയായ നിഅമത്തുകൾ നമുക്ക് നഷ്ടപ്പെടും. വഖാല ആഖർ, മറ്റു ചിലർ പറഞ്ഞു, അദ്നബ്തു ദംബൻ ഫഹുരിംതു ഫഹ്മൽ ഖുർആൻ, ഞാൻ പാപം ചെയ്ത കാരണത്താൽ ഖുർആനിന്റെ ഫഹ്മ് എനിക്ക് തടയപ്പെട്ടിട്ടുണ്ട്.
അഥവാ ഖുർആൻ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ. നമ്മൾ ആലോചിച്ചാൽ മതി, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിനെ ഉറ്റാലോചിച്ച് അതിൻ്റെ ആശയങ്ങൾ കൽബിൽ ഉണ്ടായി, കൽബിൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ സ്വർഗത്തിൻ്റെ ആയത്തുകളും നരകത്തിൻ്റെ ആയത്തുകളും അള്ളാഹുവിനെ പറ്റി പരാമർശിക്കുന്ന ആയത്തുകളും എല്ലാം പാരായണം ചെയ്തിട്ട് നമ്മൾ എത്ര കാലമായി എന്നുള്ളത്. നമ്മുടെ പാപങ്ങളുടെ സ്വാധീനം നമ്മുടെ കൽബിൽ തീർച്ചയായും ഉണ്ടാകും. വഫീ മിസ്ലി ഹാദാ ഖീല, ഈ ഒരു ആശയത്തിൽ പറയപ്പെട്ടിട്ടുള്ള ഒരു കവിതയുടെ വരികൾ, ഇദാ കുൻത ഫീ നിഅമത്തിൻ ഫർഅഹാ ഫഇന്നൽ മആസി തുസീലു നിഅം, നിനക്ക് ഒരു അനുഗ്രഹമുണ്ട് എങ്കിൽ നീ അതിനെ കാത്തു സംരക്ഷിക്കുക, അതിനെ നീ ശ്രദ്ധിക്കുക. ഫഇന്നൽ മആസി തുസീലു നിഅം, കാരണം പാപങ്ങൾ എന്നുള്ളത് അനുഗ്രഹങ്ങളെ നീക്കിക്കളയും. വബിൽ ജുംലത്തി ഫഇന്നൽ മആസി നാറു നിഅം, മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉദ്ദേശം പാപങ്ങൾ എന്നുള്ളത് അനുഗ്രഹങ്ങളെ തിന്നുന്ന തീയാണ്, അനുഗ്രഹങ്ങളെ കത്തിച്ചു കളയുന്ന തീയാണ്. തഅ്കുലുഹാ കമാ തഅ്കുലു നാറുൽ ഹതബ്, വിറകിനെ തീ തിന്നുന്നത് പോലെ നമ്മുടെ അനുഗ്രഹങ്ങളെ ഈ പാപങ്ങൾ തിന്നു തീർക്കും, കത്തിച്ചു കളയും. ഇയാദൻ ബില്ലാ മിൻ ജവാലി നിഅമതിഹി വതഹവ്വുലി ആഫിയതിഹി, അല്ലാഹുവിനോട് രക്ഷ തേടുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നീങ്ങിപ്പോകുന്നതിനെ തൊട്ടും അള്ളാഹു നൽകിയിട്ടുള്ള ആഫിയത്തിൽ മാറ്റം സംഭവിക്കുന്നതിനെ തൊട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽ വന്നിട്ടുള്ള, ധാരാളമായി പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയിൽ വന്നിട്ടുള്ള വാക്കാണത്. അപ്പോൾ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ഒരു തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു നിഅമത്ത് ഉപയോഗിച്ചിട്ടല്ലാതെ നമുക്ക് ആ തെറ്റ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുള്ളയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞത്, എനിക്ക് പാപം ചെയ്യണം. അപ്പോൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം പറഞ്ഞു, നീ പാപം ചെയ്തോ, ഞാൻ പറയുന്ന ചില കണ്ടീഷൻസ് ബാധിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് നീ പാപം ചെയ്തോ. എന്താണത്? അള്ളാഹു കാണാത്തൊരു സ്ഥലത്ത് വെച്ച് നീ ചെയ്തോ, അള്ളാഹു നൽകാത്ത ഭക്ഷണം കഴിച്ച് നീ ചെയ്തോ, അള്ളാഹുവിൻ്റെ ഭൂമിയിലല്ല നീ ചെയ്തോ, മലക്കുൽ മൗത്തിനെ പിടിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ നീ അത് ചെയ്തോ. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇത് ഇങ്ങനെയൊക്കെ പറ്റുമെങ്കിൽ നീ പാപം ചെയ്തോ എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട, പാപത്തിനുള്ള പ്രേരണയുണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓർമ്മ വരേണ്ട കാര്യമാണിത്. അതായത് ഈ കാര്യങ്ങൾ കേവലം ഒരു ദർസ് കഴിഞ്ഞ് നമ്മൾ പിരിഞ്ഞു പോയി, അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പോയി, അവിടെ അല്ല. ദർസ് കഴിയുമ്പോഴല്ലത്. ദർസ് കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നാം ഒറ്റക്കാവുമ്പോഴാണ് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നമ്മളിൽ വരേണ്ടത്. ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത്. നാലാമത്തെ കാരണം അസ്സബബുർ റാബിഅ ഖൗഫുല്ലാഹി വഖശിയതു ഇഖാബിഹി, അള്ളാഹുവിനെ തൊട്ടുള്ള ഭയവും അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഖശിയത്തും. ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയം, ഖശിയത്ത് എന്നുള്ളതിന് മലയാളത്തിൽ ഭയം എന്ന് തന്നെയാണ് പറയാറുള്ളത്. എന്നാൽ ഖശിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ഇൽമോട് കൂടിയിട്ടുള്ള ഭയത്തിനാണ് ഖശിയത്ത് എന്ന് പറയുക. അറിവോട് കൂടിയിട്ടുള്ള ഏതൊരു കാര്യത്തിനെയാണോ നാം ഭയപ്പെടുന്നത്, ആ കാര്യത്തെ സംബന്ധിച്ചിട്ടുള്ള പരിപൂർണമായിട്ടുള്ള അറിവ് അല്ലെങ്കിൽ ആഴത്തിലുള്ള അറിവ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഭയത്തിനാണ് ഖശിയത്ത് എന്ന് പറയുന്നത്. അല്ലാതെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഭയത്തിനാണ് ഖൗഫ് എന്ന് പറയുന്നത്, അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള ഭയം ഉണ്ടാവുക എന്നത്. വഹാദാ ഇന്നമാ യസ്ബുതു ബിതസ്ദീഖിഹി ഫീ വഅദിഹി വവഈദിഹി, ഈ ഭയം അത് ഒരാളിൽ ഉറക്കുന്നത് അള്ളാഹു നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളും താക്കീതുകളും അതിനെ സത്യപ്പെടുത്തുന്നതിലൂടെയാണ്. അതായത് ഒരാളുടെ ഉള്ളിൽ എപ്പോഴാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള ഭയം സ്ഥിരപ്പെടുക അല്ലെങ്കിൽ അതിശക്തമാവുക, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അള്ളാഹു ഖുർആനിലൂടെ അറിയിച്ചിട്ടുള്ള, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെയും അറിയിച്ചിട്ടുള്ള വാഗ്ദാനങ്ങളും താക്കീതുകളും അതിനെ സത്യപ്പെടുത്തുമ്പോൾ, പരലോകത്തെ ഓരോ കാര്യങ്ങളെയും സത്യപ്പെടുത്തുമ്പോൾ, വൽ ഈമാനി ബിഹി, അള്ളാഹുവിലുള്ള വിശ്വാസം ശക്തിപ്പെടുമ്പോൾ, വബി കിതാബിഹി വബി റസൂലിഹി, അള്ളാഹു ഇറക്കിയിട്ടുള്ള കിതാബുകളെ അതിനെ സത്യപ്പെടുത്തുമ്പോൾ, അള്ളാഹു അയച്ചിട്ടുള്ള റസൂലുകളെ അതിനെ സത്യപ്പെടുത്തുമ്പോൾ, ഇതിനെയെല്ലാം തസ്ദീഖ് ചെയ്യുമ്പോഴാണ് ഒരാളുടെ അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള ഭയം വർദ്ധിക്കുക. വഹാദ സബബു യഖ്വാ ബിൽ ഇൽമി വൽ യഖീൻ, ഈ ഒരു കാരണം, അഥവാ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം എന്നുള്ളത് ഇൽമിൻ്റെയും യഖീനിൻ്റെയും അടിസ്ഥാനത്തിലാണ് ശക്തിപ്പെടുക. അതായത് അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയുമ്പോഴും അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളും താക്കീതുകളും യഖീൻ ഉണ്ടാകുമ്പോഴുമാണ് ഈ ഒരു കാരണം ശക്തിപ്പെടുക. വയദ്ഉഫു ബിളഅഫിഹിമ, അത് ദുർബലപ്പെട്ടാൽ, അറിവില്ലാതെയായാൽ, അറിവിൽ ദൃഢതയില്ലാതെയായാൽ അവൻ്റെ ഈ ഒരു അവസ്ഥയും ദുർബലമാവും, അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും ദുർബലമാവും. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ, സൂറത്ത് ഫാത്തിറിലെ 28-ാമത്തെ ആയത്ത്. അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ അവൻ്റെ അടിമകളിൽ ഭയപ്പെടുന്നത്
ഉലമാക്കളാണ്, അഥവാ അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ള ആളുകളാണ്, അസ്മാഉ സിഫാത്തുകൾ അറിയുന്നവരാണ് എന്നെല്ലാം ഇബ്നു കസീർ തഫ്സീർ ചെയ്തത് കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം നമുക്കുണ്ടായിരിക്കണം. സലഫുകൾ പറയാറുള്ളത് പോലെ ലാ തൻദുർ ഇലാ സിഗ്രി ദംബ് വലാകിൻ ഉൻദുർ ഇലാ അളമതി മൻ അസൈത. നീ ചെയ്യുന്ന പാപത്തിന്റെ നിസ്സാരതയിലേക്കല്ല നീ നോക്കേണ്ടത്. നീ ചെയ്യുന്ന പാപത്തിന്റെ നിസ്സാരതയിലേക്കല്ല, ചെറിയ പാപല്ലേ അല്ല, നീ ആരെയാണ് ധിക്കരിക്കുന്നത്, ധിക്കരിക്കുന്നവന്റെ മഹത്വത്തിലേക്കാണ് നീ നോക്കേണ്ടത്. അതുപോലെ തന്നെ മുൻഗാമികൾ പറഞ്ഞ കാര്യമാണ്, ഒരു ദിനാറിന്റെ 4/1 6/1 കട്ടെടുത്തവന്റെ കൈ മുറിച്ചു കളയണം, അല്ലെങ്കിൽ ശരീരത്തിലെ മഹത്തായ ഒരു അവയവം മുറിച്ചു കളയണമെന്ന് കൽപ്പിച്ചവനാണ് നിന്റെ റബ്ബ്. ആ റബ്ബിന്റെ ശിക്ഷയെ തൊട്ട് നീ എന്താവരുത്, നിർഭയനായി തീരുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളത്. വഖാല ബഅദു സലഫ്, എന്നിട്ട് ഇബ്നു ഖയ്യിം കൊടുക്കുകയാണ്, കഫാ ബി ഖശ്യത്തില്ലാഹി ഇൽമ വൽഇഗ്തിറാർ ബില്ലാഹി ജഹ്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖശിയത്ത്, ഭയത്തിന് എന്ത് മതി, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് മതി. അതുപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് വഞ്ചിതനാകാൻ അല്ലെങ്കിൽ ഗുറൂറിലാകാൻ, ഞാൻ രക്ഷപ്പെട്ടോളും, ഞാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ നല്ലൊരു അവസ്ഥയിലാണെന്ന നിലക്ക് വഞ്ചിതനാകാൻ അള്ളാഹുവിനെ സംബന്ധിച്ച് ജഹ്ല് മതിയായതാകുന്നതാണ് എന്ന്. അസ്സബബുൽ ഖാമിസ്, അഞ്ചാമത്തെ കാരണം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത്, മഹബ്ബത്തുല്ലാഹി വഹിയ അഖ്വൽ അസ്ബാബി ഫി സ്സബ്രി അൻ മുഖാലഫതിഹി വ മആസിഹി. പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇബ്നു ഖയ്യിം പറയാണ് മഹബ്ബത്തുല്ലാഹ്, അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ടാവുക എന്നുള്ളത്. അള്ളാഹുവിനോടുള്ള ഇഷ്ടം. വഹിയ അഖ്വൽ അസ്ബാബ് ഫി സ്സബ്രി അൻ മുഖാലഫതിഹി വ മആസിഹി. അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിനും അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നതിനുമുള്ള, അത് പിടിച്ചു നിൽക്കാൻ, അതിൽ സ്വബർ ഉണ്ടാകാനുള്ള സ്വബർ ഉണ്ടാകുക പറഞ്ഞാൽ അത് വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ടാവുക എന്നത്. ഫൈനൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. കാരണം ഒരാൾ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ആ ഇഷ്ടപ്പെടുന്നത് ആരെയാണോ അവനെ അനുസരിക്കുന്ന ആളായി തീരും. അതായത് ഒരാൾ വേറൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതിന് ആരെയാണോ അവൻ ഇഷ്ടപ്പെടുന്നത് അവൻ പറയുന്നതെല്ലാം അനുസരിക്കുന്ന ഒരാളായിട്ട് ഈ മുഹിബ് മാറുകയുള്ളൂ. അപ്പോൾ പറഞ്ഞെന്താണ്, നമുക്ക് പാപങ്ങൾ സംഭവിക്കുക, അള്ളാഹുവിനെ ധിക്കരിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കുക, അള്ളാഹു ചെയ്യരുത് പറഞ്ഞത് ചെയ്യുക, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപ്പെട്ട ഒരാശയം വരുന്നത് നമുക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടം അത് ശരിയായ രീതിയിലല്ല, അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് ശരിയായ രീതിയിലല്ല. വകുല്ലമാ ഖവിയ സുൽത്താനുൽ മഹബ്ബത്തി ഫിൽ ഖൽബി. എപ്പോഴെല്ലാം ഒരാളുടെ ഖൽബിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൻ്റെ സ്വാധീനം അത് ശക്തിപ്പെടുന്നുവോ, കാന ഇഖ്തിലാഹു ലിത്താഅതി വതർഖിൽ മുഖാലഫതി അഖ്വ. അവൻ അള്ളാഹുവിനെ അനുസരിക്കാനും അള്ളാഹുവിൻ്റെ കൽപ്പനകളോട് എതിരാകുന്നത് ഒഴിവാക്കാനും അത് അള്ളാഹുവിന് എതിരാകുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുമുള്ള ശേഷി അവൻ ശക്തിപ്പെടും. അള്ളാഹുവിനെ അനുസരിക്കാനും പാപങ്ങൾ ഒഴിവാക്കാനുമുള്ള ശേഷി ശക്തിപ്പെടും. എപ്പോൾ, എത്രത്തോളം അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. വൈന്നമാ തസ്ദുറുൽ മഅസിയത്തു വൽ മുഖാലഫത്തു മിൻ ദഅഫിൽ മഹബ്ബത്തി വസുൽത്താനിഹ. ഒരാളിൽ നിന്ന് പാപങ്ങൾ സംഭവിക്കുന്നത് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിരുണ്ടാകുന്നതെല്ലാം അവന് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിലും അതിൻ്റെ സ്വാധീനത്തിലും കുറവുള്ളത് കൊണ്ടാണ്. വഫർഖുൻ ബൈനമാ യഹ്മിലുഹു അലാ തർക്കി മഅസിയത്തി സയ്യിദിഹി ഖൗഫുഹു മിൻ സൗതിഹി വഇഖൂബതിഹി വബൈനമാ യഹ്മിലുഹു അലാ ദാലിക ഹുബ്ബുഹു ലിസയ്യിദിഹി. ഇവിടെ പറയാണ്, ഒരാൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് പാപം ഒഴിവാക്കുന്നതും അള്ളാഹുവിനോടുള്ള ഇഷ്ടം കാരണത്താൽ പാപം ഒഴിവാക്കുന്നത് രണ്ടും വ്യത്യാസമാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷയും കാര്യങ്ങളൊക്കെ ഭയപ്പെട്ടിട്ട് ഒരു തെറ്റൊഴിവാക്കുന്നതും തൻ്റെ യജമാനൻ്റെ ശിക്ഷയെ ഭയപ്പെട്ട് തെറ്റൊഴിവാക്കുന്നതും അള്ളാഹുവിനോടുള്ള ഇഷ്ടം കാരണത്താൽ തെറ്റൊഴിവാക്കുന്നതും രണ്ടാണ്. വഫി ഹാദാ ഖാല ഉമർ. ആ ഒരു ആശയത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിഅമൽ അബ്ദു സുഹൈബുൻ ലൗ ലം യഖഫില്ലാഹ് ലം യഅസിഹി. സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാണ്, സുഹൈബ് എന്ത് നല്ലൊരു അടിമയാണ്, അവൻ അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടില്ലെങ്കിലും അവൻ അള്ളാഹുവിനെ ധിക്കരിക്കില്ല. അവൻ അള്ളാഹുവിനോട് ഭയമില്ലെങ്കിലും, ഭയമുണ്ടാകും പക്ഷേ ഭയമില്ലെങ്കിലും അവൻ അള്ളാഹുവിനോട് അനുസരണക്കേട് ചെയ്യില്ല. എന്താ അതിൻ്റെ ആശയം? യഅനി, അതുകൊണ്ട് ഉദ്ദേശിച്ചത്, അന്നഹു ലൗ ലം യഖഫ് മിനല്ലാഹി ലകാന ഫീ ഖൽബിഹി മിൻ മഹബ്ബത്തില്ലാഹ്. അവൻ അള്ളാഹുവിനെ അള്ളാഹുവിനോടുള്ള ഭയം ഇല്ല വിചാരിക്കുക, ലൗ എന്ന് ഉപയോഗിച്ചിട്ട് അങ്ങനെ ചിന്തിച്ചാൽ തന്നെയും അവൻ എന്ത് ചെയ്യില്ല, അള്ളാഹുവിനെ ധിക്കരിക്കില്ല. കാരണം ലകാന ഫീ ഖൽബിഹി മിൻ മഹബ്ബത്തില്ലാഹ്, അവൻ്റെ ഖൽബിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ട്. വൈജിലാലിഹി മാ യംനഉഹു മിൻ മഅസിയതിഹി, അതുപോലെ അള്ളാഹുവിന് കൊടുക്കുന്ന മഹത്വമുണ്ട്, ആദരവുണ്ട്, അത് തന്നെ അവൻ്റെ പാപത്തിൽ നിന്ന് അവനെ തടയുന്നതാണ്.
അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ, അയാൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അയാൾ ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്യുന്നൊരവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ സാധിക്കൂല, നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും, നമ്മുടെ ഉള്ളിൽ വളരെയധികം ഒരു ഞെരുക്കുണ്ടാവും. ആ ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പറയാണ് ഫൽ മുഹിബ്ബു സ്വാദിഖു അലൈഹി റഖീബുൻ മിൻ മഹ്ബൂബിഹി യർആ ഖൽബഹു വജവാരിഹു. ഒരാൾ മറ്റൊരാളെ സത്യസന്ധമായി സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുടെ ഒരു നോട്ടം അല്ലെങ്കിൽ അവൻ്റെ എല്ലാ പരിഗണനയും എപ്പോഴും അവൻ്റെ കൽബിലും അവയവങ്ങളിലും ഉണ്ടാകും. വഅലാമത്തു സിദ്ഖിൽ മഹബ്ബത്തി ശുഹൂദു ഹാദർ റഖീബി വദവാമുഹു. ഇവൻ്റെ അഥവാ സ്നേഹിക്കുന്നവൻ്റെ ഇഷ്ടപ്പെടുന്നവൻ്റെ ഇഷ്ടത്തിനുള്ള തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ അടയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ കാര്യം എപ്പോഴും സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതായത് നാം ഒരാളെ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, അയാൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നു, അതെപ്പോഴും അത് ശ്രദ്ധിക്കുന്നു, അയാൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ ആ കാര്യം നോക്കുന്നു. അങ്ങനെ പരിഗണിക്കുന്നതിലാണ് അവൻ്റെ ഇഷ്ടത്തിനുള്ള അടയാളം എന്നുള്ളത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു പ്രവർത്തനം വരാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ദാഊദ് ദവായിലൊക്കെ ഈ ഒരു ആശയത്തെ വളരെ വിശാലമായി ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം നാം എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചലനം ചലിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അടിസ്ഥാനം ഇഷ്ടമാണ്. ഹുബ്ബിൻ്റെ മേലെയാണ് മനുഷ്യൻ്റെ ചലനം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അള്ളാഹുവിന് വേണ്ടി ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഒരു ചർച്ച കൊണ്ടുവരുന്നുണ്ട്. പലപ്പോഴും പല ആളുകളുടെയും നമ്മുടെ എല്ലാം ചിന്തയിൽ ചിലപ്പോൾ വന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ചിട്ടുള്ള അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളുടെ ചിന്തയിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇനി പറയുന്നത്. ഇവിടെ ഇബ്നു ഖയ്യിം പറയുകയാണ് വഹാഹുന ലതീഫത്തുൻ യജിബു തനബ്ബുഹു ലഹാ. ഇവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ഗോപ്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്, വളരെ സബ്റ്റിലായിട്ട് നടക്കുന്ന ലത്തീഫായിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഹിയ അന്നൽ മഹബ്ബത്തൽ മുജറദത ലാ തൂജിബു ഹാദിഹിൽ അസർ മാ ലം തഖ്തരിൻ ബി ഇജ്ലാലിൽ മെഹബൂബി വ തഅദീമിഹി. അതായത് ഒരാൾക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടം അത് മാത്രം എന്താകൂല, ഈ പറഞ്ഞ സ്വാധീനം ഉണ്ടാക്കൂല. നമ്മൾ പറഞ്ഞല്ലോ, അള്ളാഹുവിനോട് ഇഷ്ടപ്പെടുന്ന ഒരാൾ അവൻ അള്ളാഹു ഇഷ്ടപ്പെടാത്ത പാപങ്ങൾ എന്ത് ചെയ്യും, ഒഴിവാക്കും പറഞ്ഞല്ലോ. അള്ളാഹുവിനോടുള്ള ഇഷ്ടം മാത്രം എന്താകൂല, ഈ ഒരു സ്വാധീനം അവനുണ്ടാക്കൂല. എന്തുകൂടി വേണം, അതിനോട് ചേർന്ന് വരണം ബി ഇജ്ലാലിൽ മെഹബൂബി വ തഅലീമിഹി. അവൻ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന് കൊടുക്കേണ്ട ആദരവുകളും മഹത്വവും. ഇപ്പം നമ്മൾ ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവും, എനിക്ക് അള്ളാഹിനെ നല്ല ഇഷ്ടമാണ്, ഞാൻ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പാപങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അള്ളാഹുമായിട്ട് വളരെ അടുത്ത ബന്ധം എനിക്ക് തോന്നാറുണ്ട്, അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹമുണ്ട്, അള്ളാഹുവിനെ ഓർത്ത് ഞാൻ കരയാറുണ്ട്, അള്ളാഹുവിനെ ഓർക്കാറുണ്ട്, എനിക്ക് അള്ളാഹുവിനെ ഭയങ്കര ഇഷ്ടമാണ്, എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിക്കുന്നു, എനിക്ക് പാപങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അവിടെ പറയാണ് ആ ഇഷ്ടം മാത്രം ഈ നേരത്തെ പറഞ്ഞ സ്വാധീനം ഉണ്ടാക്കൂല, അതിനോടൊപ്പം അള്ളാഹുവിന് കൊടുക്കേണ്ട ഇജ്ലാലും തഅലീമും വേണം എന്നിട്ട് പറയാണ് ഫൈദാ ഖാറനഹാ ബിൽ ഇജ്ലാലി വത്തഅലീമി ഔജബത് ഹാദൽ ഹയാ വത്താഅ. ആ ഇഷ്ടത്തിനോടൊപ്പം ഈ ഇജ്ലാലും അഥവാ അള്ളാഹുവിന് കൊടുക്കേണ്ട മഹത്വം, ആദരവ് എന്നീ കാര്യങ്ങൾ കൂടി ചേർന്ന് വന്നാൽ അള്ളാഹുവിനോടുള്ള ലജ്ജയും അനുസരണവും എല്ലാം ഉണ്ടാകും. വ ഇല്ല, ഇനി അതില്ല എങ്കിലോ, ഇഷ്ടം മാത്രമാണുള്ളത് എങ്കിലോ, ഫൽ മഹബ്ബത്തുൽ ഖാലിയത്തു അൻഹുമാ, ഇജ്ലാലും തഅലീമും ഇല്ലാത്ത മഹബ്ബത്ത് മാത്രമാണ് ഉള്ളത് എങ്കിൽ ഇന്നമാ തൂജിബു നൗഅ ഉൻസിൻ വൻബിസാത്തിൻ വതദക്കുരിൻ വഇശ്തിയാഖിൻ. ആ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ ഒരാൾക്ക് എന്തുണ്ടാകും, അവനിടക്ക് തോന്നും അള്ളാഹുവിനോട് അടുപ്പൊക്കെ തോന്നും, അള്ളാഹുവിനോട് അടുപ്പവും അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹവും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റും ആ കാര്യങ്ങളൊക്കെ തോന്നും. അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും ആ ഇഷ്ടം കൊണ്ട്. പക്ഷേ അവന് തെറ്റുകൾ ഒഴിവാക്കാൻ പറ്റൂല. തെറ്റുകൾ ഒഴിവാക്കുന്ന അവസ്ഥയിലേക്ക് ആ ഇഷ്ടം എത്തൂല. ഇഷ്ടം ഉണ്ടാവും, അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഉണ്ടാവും, ദിക്റുണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവൻ അള്ളാഹുവിനായിട്ടുള്ള അടുത്ത ബന്ധമൊക്കെ തോന്നും. പക്ഷേ അത് കാരണം തെറ്റുകൾ ഒഴിവാക്കാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇജ്ലാലും തഅലീമും വേണ്ട പോലെ കൊടുക്കാത്തത് കൊണ്ടാണ്. ഇബ്നു ഖയ്യിം പറഞ്ഞു വലിഹാദാ യതഖല്ലഫു അൻഹാ അസറുഹാ വമൂജിബുഹാ. ഈ ഇജ്ലാലും തഅലീമും മഹബ്ബത്തിനോടൊപ്പം ഇല്ലാത്തത് കൊണ്ടാണ് ഈ സ്വാധീനം, മഹബ്ബത്തിന്റെ സ്വാധീനം അവനിൽ ഉണ്ടാകാത്തത്. എന്നിട്ട് പറയാണ് യുഫത്തിഷുൽ അബ്ദു ഖൽബഹു. അവൻ്റെ ഒരു അടിമ അവൻ്റെ കൽബിനൊന്ന് ശരിക്കും പരിശോധിച്ച് നോക്കട്ടെ. ഫയറാ നൗഅ മഹബ്ബത്തിൻ ലില്ലാ, അവന് കാണാൻ പറ്റും അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ എന്തെങ്കിലും ഇനങ്ങളൊക്കെ അവന് കാണാൻ പറ്റും. വലാകിൻ ലാ തഹ്മിലുഹു അലാ തർക്കി മആസി, പക്ഷേ ആ ഇഷ്ടം എന്താക്കുന്നില്ല,
അവന് തെറ്റൊഴിവാക്കാൻ സാധിക്കുന്നില്ല, ഇഷ്ടം കൊണ്ട് തെറ്റൊഴിവാക്കാൻ അവന് പറ്റുന്നില്ല. വസബബു ദാലിക തജറുദുഹാ അനിൽ ഇജ്ലാലി വത്തഅദീമി, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരാനുള്ള കാരണം അള്ളാഹുവിന് കൊടുക്കേണ്ട ആദരവും ഗാംഭീര്യവും മഹത്വവും കൊടുക്കേണ്ട പോലെ കൊടുക്കാത്തത് കൊണ്ടാണ്. ഫമാ അമറൽ ഖൽബ ശൈഉൻ കൽ മഹബ്ബത്തിൽ മുഖ്തരിന ബിജ്ലാലില്ലാഹി വതഅദീമിഹി, ഒരാളുമില്ല അവൻ്റെ ഖൽബ് അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അള്ളാഹുവിന് കൊടുക്കേണ്ട ആദരവും മഹത്വവും ഒരുമിച്ച് ചേർന്നുകൊണ്ടുണ്ടായാൽ وتلك من أفضل مواهب الله لعبده أو أفضلها وذلك فضل الله يؤتيه من يشاء, അത് അള്ളാഹു നൽകുന്ന കാര്യങ്ങളിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ളതാണ്, ഏറ്റവും മഹത്തരമായിട്ടുള്ളതാണ്. അത് അള്ളാഹു തആല അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്ന മഹത്തായ ഔദാര്യവുമാണ്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, മഹബത്ത് അള്ളാഹുവിനോട് ഉണ്ടാവുക എന്നുള്ളത്, അത് അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും പഠിച്ചും കേട്ടും കൊണ്ടേയിരിക്കണം, എന്നാലും അള്ളാഹുവിനോട് ഇഷ്ടം ഉണ്ടാവുള്ളൂ. വല്ലാഹി അള്ളാഹുവിനോട് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവണോ, അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിനെ അറിയണോ, അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷങ്ങളും അറിയണം. ഇതില്ലാതെ ഒരിക്കലും അള്ളാഹുവിനോട് നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ഇബ്നുൽ ഖയ്യിം പറഞ്ഞതുപോലെ മൻ അറഫ അല്ലാഹ ബി അസ്മാഇഹി വസിഫാതിഹി വഅഫ്ആലിഹി അഹബ്ബഹു ലാ മഹാല, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളും പ്രവർത്തനങ്ങളിലും കൂടെ ഒരാൾക്ക് അള്ളാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവന് അള്ളാഹുവിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കൂല, അതിന് സംശയമല്ല. ആ ഇഷ്ടത്തോടൊപ്പം അള്ളാഹുവിനോടുള്ള തഅദീം, അള്ളാഹുവിൻ്റെ ഗാംഭീര്യം, അള്ളാഹുവിൻ്റെ മഹത്വം, അള്ളാഹുവിന് കൊടുക്കേണ്ട ആദരവ് അതുകൂടി ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ ആ ഇഷ്ടം കൊണ്ടുള്ള പാപം ഒഴിവാക്കുക എന്നുള്ള ആ കാര്യം അവിടെ സംഭവിക്കുകയുള്ളൂ. അത് വളരെയധികം ഇത് ചിന്തിക്കുന്ന ആളുകൾക്ക് സ്വന്തം കൽബിനൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് വളരെ ചുരുങ്ങിയ രീതിയിൽ ഇബ്നു ഖയ്യിം ചർച്ച ചെയ്തിട്ടുള്ളത്. അസ്സബബു സാദിസ്, ആറാമത്തെ കാരണം, ഷറഫു നഫ്സി വസകാഉഹാ വഫദ്ലുഹാ വഅൻഫതുഹാ വഹമിയതുഹാ, ഒരാളുടെ സ്വന്തം നഫ്സിൻ്റെ, സ്വന്തം ആത്മാവിൻ്റെയും സ്വന്തത്തിൻ്റെ വില, അതിൻ്റെ പരിശുദ്ധി, അതിൻ്റെ മഹത്വം, അതിൻ്റെ മൂല്യം, അതിൻ്റെ ആ പ്രാധാന്യം, ആ കാര്യം അൻ തഖ്താർ അൽ അസ്ബാബ് അല്ലതി തഹത്തുഹാ വതളഉ മിൻ ഖദ്രിഹാ തുഹിത്തുഹാ വതളഉ മിൻ ഖദ്രിഹാ, ആ സ്വന്തം നഫ്സിൻ്റെ ആ വില, ആ സ്ഥാനം, ആ ഷറഫ് എന്നുള്ളത് അത് അവനെ അതിന്ന് താഴ്ത്തിക്കളയുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് അവനെ തടയും. അതായത് പാപങ്ങളിൽ ക്ഷമ അല്ലെങ്കിൽ സ്വബർ ഉണ്ടാവാനുള്ള കാരണമാണല്ലോ പറയുന്നത്. സ്വന്തത്തിൻ്റെ വില മനസ്സിലാവുക എന്നുള്ളത്, സ്വന്തം ഞാൻ എത്രത്തോളം ഷറഫുള്ള, അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം മാന്യനായിരിക്കണം, നല്ല ആളായിരിക്കണം എന്നുള്ളത് ആ ബോധമുണ്ട് എങ്കിൽ അതിൽ നിന്ന് അവനെ താഴ്ത്തിക്കളയുന്ന നിന്ദ്യമായ മ്ലേച്ഛമായ കാര്യങ്ങൾ അവൻ എന്ത് ചെയ്യില്ല, തിരഞ്ഞെടുക്കില്ല എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇബ്നുൽ ഖയ്യിം കിതാബുൽ ഫവായിദിൽ പറയുന്നുണ്ട്. നിനക്ക് പാപം ചെയ്യാൻ തോന്നുമ്പോൾ, നിനക്ക് തെറ്റിന് പ്രേരണ വരുമ്പോൾ നീ ഒന്ന് പുറത്തിറങ്ങുക, എന്നിട്ട് നീ ആകാശഭൂമികളിലേക്കൊക്കെ നോക്കുക. ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് നിനക്ക് വേണ്ടിയിട്ടാണ്, മനുഷ്യന് വേണ്ടിയിട്ടാണ്. ആകാശഭൂമികളിലുള്ള എല്ലാ ജന്തുജീവജാലങ്ങളെയും വൃക്ഷങ്ങളെയും പക്ഷികളെയും മൃഗങ്ങളെയും മത്സ്യങ്ങളെയും എല്ലാത്തിനെയും സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടാണ് ആറാമത്തെ ദിവസം വെള്ളിയാഴ്ച യൗമുൽ ജുമുഅയിൽ നബി അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ സൃഷ്ടിച്ചത് അസറിന് ശേഷമുള്ള ഈ സമയത്ത്. പിന്നെ ഒരു സൃഷ്ടിപ്പ് അള്ളാഹു നടത്തിയിട്ടില്ല ഭൂമിയിലേക്ക് പിന്നെ ഒരു സൃഷ്ടിയെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. ഇതെല്ലാം ഒരുക്കിയത് ആർക്ക് വേണ്ടിയിട്ടാണ്? മനുഷ്യന് വേണ്ടിയിട്ടാണ്. ആ മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള ആദരവുണ്ട്. ആ വിലയാണ് നീ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നീ കളയുന്നത്. നീ ഒരു പാപം ചെയ്യുമ്പോൾ ആ വിലയാണ് കളയുന്നത്. പോട്ടെ, ആളുകളുടെ മുമ്പിൽ നിന്റെ സ്ഥാനം അല്ലെങ്കിൽ നിന്റെ വില അതാണ് നീ കളയുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്റെ സ്ഥാനം, നിന്റെ വില നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ആലോചിച്ച് നോക്ക്. അള്ളാഹുവിൻ്റെ അടുക്കൽ അനുസരണ കൊണ്ട് നമുക്ക് മഹത്തരമായ സ്ഥാനം ലഭിക്കുമ്പോൾ പാപം ചെയ്താൽ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? എന്താണ് അത് നമുക്ക് കിട്ടുക? ഒന്നുമില്ല, നമ്മൾ താഴ്ന്നു പോകും. താഴ്ന്ന ദർജയിലേക്ക് നമ്മൾ വീണു പോകും. സ്വന്തം നഫ്സിൻ്റെ സ്ഥാനം അത് താഴ്ന്നു പോകുന്ന, നിന്ദ്യമാകുന്ന അവസ്ഥ ഉണ്ടാകും. ഏറ്റവും നിന്ദ്യമായ താഴ്ന്ന അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരും. അതായത് നാം നമുക്കൊരു വില കൊടുക്കണം. നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മളിപ്പോൾ ഏതെങ്കിലും നമ്മുടെ നാടുകളിലൊക്കെ വഴിയരികിൽ മദ്യപിച്ച് വസ്ത്രമില്ലാതെ ലക്ക് കെട്ട് അഴുക്ക് ചാല് കിടക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ മറ്റാളുകൾ എന്തെങ്കിലും വില കൊടുക്കുമോ? ഇല്ല, ഒരു വിലയും കൊടുക്കൂല. ഇതുപോലെയാണ് നമ്മളൊരു പാപം ചെയ്യുമ്പോൾ
അള്ളാഹുവിൻ്റെ മുമ്പിൽ. അതായത് നമ്മൾ ചെയ്ത പാപത്തിൻ്റെ അളവനുസരിച്ചിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ ദർജയിൽ എത്തേണ്ട അടുത്ത് അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും നിന്ദ്യമായ അവസ്ഥയിലാകുന്നത്. എന്തിനാണ് സ്വന്തത്തിൻ്റെ വില ഇല്ലാതാക്കുന്നത്? നമ്മൾ ആരെങ്കിലും ആളുകളുടെ മുമ്പിൽ നിന്ദ്യമായൊരു കാര്യം ചെയ്യോ? ഇല്ല. മ്ലേച്ഛമായ കാര്യം ചെയ്യോ? ഇല്ല. നമ്മൾ നമ്മുടെ വില കാത്തു സൂക്ഷിക്കൂലേ? ഇപ്പം നമ്മുടെ ഒരു കല്യാണ സദസ്സിൽ പോയി, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും സദസ്സിൽ പോയി നമ്മൾ മാന്യത ഇല്ലാത്തൊരു പ്രവർത്തനം ചെയ്യോ? ഇല്ല. കാരണം എന്താ? എനിക്കൊരു വിലയുണ്ട്, എനിക്കൊരു വില നൽകിയിട്ടുണ്ട്, അത് ഞാൻ ഇല്ലാതാക്കൂല. ഉറപ്പല്ലേ? ഏത് സന്ദർഭത്തിൽ ആലോചിച്ചാൽ മതി. അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അള്ളാഹുവിന് മുമ്പിൽ നമ്മൾ എന്തിനാണ് നമ്മുടെ വില നിന്ദ്യമാക്കുന്നത്? ഈ കാര്യങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട്, പാപങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട്. അസ്സബഉ സാബിഅ, ഏഴാമത്തേത് ഇബ്നുൽ ഖയ്യിം വിശാലമായി എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ് ഏഴാമത്തെ കാരണം. കാരണം അത് ഒരു മനുഷ്യന് ബോധ്യപ്പെടേണ്ട ചിന്തകളാണ്. കുറച്ച് വേഗത്തിൽ തന്നെ നമുക്ക് വായിക്കാം. അസ്സബഉ സാബിഅ, ഏഴാമത്തേത് ഖുവ്വത്തുൽ ഇൽമി ബിസൂഇ ആഖിബിഹിൽ മഅസിയ വഖുബ്ഹി അഥരിഹാ വദ്ദറരി നാശിഇ മിൻഹാ. ഏഴാമത്തെ കാരണം പാപത്തിൽ സ്വന്തത്തെ പിടിച്ചു നിർത്താനുള്ളത്, ആ പാപം ചെയ്തു കഴിഞ്ഞാൽ അഥവാ ആ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം എന്താണ് ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവിലുള്ള ശക്തി. അതായത് എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു തീ കത്തുന്നുണ്ട്. ആ തീ കത്തുമ്പോൾ ആ തീയിൽ നമ്മൾ പോയി കൈ വെക്കാത്ത എന്തുകൊണ്ടാണ്? ആ കൈ വെച്ചാൽ എനിക്കതുകൊണ്ട് എന്താ സംഭവിക്കുക നല്ല ബോധം നമുക്കുണ്ടാകും, അറിയാലോ. അതുപോലെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, പാപം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലമായി എനിക്ക് എന്തെല്ലാം സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള അറിവിലുള്ള ശക്തി. ഖുവ്വത്തുൽ ഇൽമി ബിസൂഇ ആഖിബത്തിൽ മഅസിയ, പാപത്തിൻ്റെ അവസാനമായി എനിക്ക് ഉണ്ടാകാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചുള്ള അറിവ്. വഖുബ്ഹി അഥരിഹാ, അതുപോലെ തന്നെ അതിൻ്റെ അനന്തരഫലമായി വരുന്ന കാര്യങ്ങളുടെ നിന്ദ്യത. വദ്ദറരി നാശിഇ മിൻഹാ, ആ പാപം കൊണ്ട് വളരെ ഉണ്ടാകാൻ പോകുന്ന ദോഷങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവുക എന്നുള്ളത്. സഹോദരങ്ങളെ, ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് ഇതറിഞ്ഞിട്ടുണ്ടാകും. ഇനി അതല്ല, അനുഭവങ്ങൾ കൊണ്ട് നമ്മളിൽ പലർക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത, മനസ്സിലാക്കിയിട്ടില്ലാത്ത, ബോധ്യപ്പെട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും ഇബ്നുൽ ഖയ്യിം ഈ ഒരു ബാബിൽ കൊടുക്കുന്നുണ്ട്. അതിൽപ്പെട്ട കാര്യങ്ങളാണ് മിൻ സവാദിൽ വജ്ഹ്, മുഖം ഇരുണ്ടുപോകും. പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ മുഖത്ത് ഒരിരുട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കും. സൽക്കർമ്മങ്ങൾ ചെയ്താലോ അവൻ്റെ മുഖത്ത് ഒരു പ്രകാശം ഉണ്ടാകും. അത് അവന് മനസ്സിലാകില്ല, അവൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക് അത് ബോധ്യപ്പെടും. വദുൽമത്തിൽ ഖൽബി വദീഖിഹി വഗമ്മിഹി, ഖൽബിൽ അന്ധതയുണ്ടാക്കും, അന്ധകാരമുണ്ടാക്കും. അതുപോലെ തന്നെ ഖൽബ് ഇടുങ്ങിയതാകും. ഖൽബിന് എപ്പോഴും ടെൻഷനാകുന്ന, വെപ്രാളമാകുന്ന അവസ്ഥയുണ്ടാവും. പാപങ്ങൾ സംഭവിച്ചാൽ നമ്മുടെ ഖൽബിൻ്റെ സമാധാനം നഷ്ടപ്പെടും, ഒരു ഇടുക്കം അനുഭവിക്കേണ്ടി വരും. വഹുസ്നിഹി വഅലമിഹി വഇൻഹിസാരിഹി, അതുപോലെ തന്നെ വേദനകൾ, ദുഃഖം, നിരാശ, ഇതെല്ലാം ഖൽബിനെ ബാധിക്കും. വശിദ്ദതി ഖലഖിഹി വൾതിറാബിഹി, അതുപോലെ തന്നെ വളരെയധികം, ഖലഖ് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ ടെൻഷൻ, ഇൾത്തിറാബ് എന്നുള്ളതിനിപ്പോൾ ബേജാറ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥ ഖൽബിനുണ്ടാകും. വതമസ്സുഖി ശംരിഹി വദഅഫിഹി അൻ മുഖാവമതി അദുവിഹി, അവൻ്റെ കാര്യങ്ങളെല്ലാം കീറിപ്പറിഞ്ഞ അവസ്ഥയിലാകും. അവൻ്റെ എല്ലാ കാര്യങ്ങളും കീറിപ്പറിഞ്ഞ അവസ്ഥയിൽ, അവൻ്റെ ശത്രുവിനെതിരെ നേരെ ചൊവ്വെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവൻ വീണുപോകും. ഒന്നും ശരിയായി നടക്കാത്ത അവസ്ഥ ഉണ്ടാകും. വതഅരീഹി മിൻ സീനതിഹി, അവൻ്റെ അലങ്കാരങ്ങളൊക്കെ ഊരിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാകും. അവന് അലങ്കാരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നീങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാവും. വൽഹയറതി ഫി അംരിഹി, അവൻ്റെ കാര്യങ്ങളിലെല്ലാം കൺഫ്യൂഷൻ ആയിരിക്കും. ഒരു കാര്യവും ശരിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കിട്ടൂല. എന്താ ഞാൻ ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഭൗതികമായതാവട്ടെ, കുടുംബജീവിതത്തിലാവട്ടെ, വ്യക്തിപരമായ ജീവിതത്തിലാവട്ടെ, അവന് എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും. വതഖല്ലി വലിയിഹി വനാസിരിഹി അൻഹു, അവൻ്റെ വലിയായിട്ടുള്ള അഥവാ അവനെ സഹായിക്കുന്ന വലിയായിട്ടുള്ള അള്ളാഹു അവനിൽ നിന്ന് ഒഴിവായി പോകും. അഥവാ അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായം ഇല്ലാതെയാകും. വതവല്ലി അദുവിഹിൽ മുബീനി ലഹു, അവന് വ്യക്തമാക്കി കൊടുത്തിട്ടുള്ള ശത്രു അവൻ്റെ ഒപ്പം കൂടും, അഥവാ പിശാച് അവൻ്റെ ഒപ്പം കൂടും. ഇതൊക്കെ പാപം ചെയ്താൽ സംഭവിക്കുന്ന കേട്ടോ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യമാണ്. നമ്മളൊരു തെറ്റ് ചെയ്താൽ അതൊരു മനുഷ്യൻ കണ്ടില്ല എന്ന് വിചാരിക്കുക, ഒരു മനുഷ്യൻ അറിഞ്ഞില്ല വിചാരിക്കുക, ആരും അറിഞ്ഞിട്ടില്ല വിചാരിക്കുക. അത് ഏത് മേഖലയാവട്ടെ, നമ്മുടെ കച്ചവടത്തിലാവട്ടെ, സാമ്പത്തിക മേഖല ആവട്ടെ, വ്യക്തിപരമായ ജീവിതമാവട്ടെ, സ്വഭാവമാവട്ടെ, എന്തോ ആവട്ടെ,
നമ്മൾ തെറ്റ് ചെയ്തോ ഈ അനന്തര ഫലങ്ങളിൽ ഏതെങ്കിലുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. ചിലപ്പോൾ ഈ ദർസ് കേട്ട് കഴിഞ്ഞു പോകുമ്പോൾ, അതായത് ഇബ്നുൽ ഖയ്യിം പറഞ്ഞ ഈ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ, അത് ഇന്ന തെറ്റുകൊണ്ടായിരിക്കാമല്ലോ എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതല്ലെങ്കിൽ ഭാവിയിൽ അത് ഒഴിവാക്കാൻ ഒരു വലിയൊരു പ്രേരണയായിരിക്കും. അതുപോലെ അവന് കിട്ടേണ്ടതായിട്ടുള്ള ഇൽമ്, അവന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള, അവന് ബോധ്യപ്പെടുന്ന ഇൽമ് അത് മങ്ങിപ്പോകും. അത് അവനിൽ നിന്ന് മങ്ങിപ്പോകും, അവന് മനസ്സിലാവാതെ പോകും. അവന് ഒന്നുകിൽ പഠിച്ച കാര്യങ്ങൾ, അവന് കിട്ടിയ ഇൽമ് അത് മറന്നുപോകും, അല്ലെങ്കിൽ അതിൽ ദുർബലത വരും. വളരെ മൂർധിച്ച രോഗങ്ങൾ അവന് ബാധിക്കും, അതിലൂടെ മരണം നിർബന്ധമാകുന്ന അവസ്ഥയുണ്ടാവും. എന്താ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വലബുദ് ഫൈനൂബ തുമിയത്തുൽ ഖുലൂബ്, അവൻ്റെ കൽബ് ചത്തുപോകുന്ന അവസ്ഥയുണ്ടാവും, അവൻ്റെ കൽബിന് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവും. നമ്മൾ ഗൗരവത്തിൽ ആലോചിച്ച് നോക്കണം. കാരണം നമ്മുടെ എല്ലാം ജീവിതത്തിൽ കാലദൈർഘ്യം കൊണ്ട് എന്താണ് ഉണ്ടാകുന്നത്? നമ്മുടെ പ്രായം കൂടുന്നു, മരണത്തിലേക്ക് അടുക്കുന്നു, നമ്മുടെ ആയുസ് തീർന്നു പോകുന്നു. അള്ളാഹുവിലേക്ക് അടുക്കുകയാണോ ചെയ്തത്, അതോ 10 വർഷം മുമ്പുള്ളതിനേക്കാൾ അള്ളാഹുവിനെ അകലുകയാണോ ചെയ്തത്? അള്ളാഹുവിലേക്കുള്ള സൽക്കർമ്മങ്ങൾ, പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കുന്നതിൽ നമുക്ക് കൂടുതൽ ഒരുക്കാനാണോ സാധിക്കുന്നത്, അഥവാ ഒരുക്കി വെച്ചതിനൊക്കെ തകർത്ത് കളയുന്ന കാര്യങ്ങളാണോ സംഭവിക്കുന്നത്? നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം പാപങ്ങൾ അനന്തരം. ഇത് മനസ്സിലാവാത്ത എന്തുകൊണ്ടാ അറിയോ? ഇതെന്തുകൊണ്ട് നമുക്ക് മനസ്സിലാവാത്തറിയോ? കൽബ് ചിലപ്പോൾ ചത്തുപോയ കൽബിന് നമുക്ക് മനസ്സിലാവൂല. നമ്മൾ ഇന്ന തെറ്റുകൾ ചെയ്യുന്നുണ്ട്, ഇന്ന നന്മകൾ നമ്മൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് ശ്രദ്ധയില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാ? കൽബ് ചത്തുപോയിട്ടുണ്ടാകും. അതാണ് മരിച്ച ഒരാളെ നമ്മൾ കുത്തി വേദനിപ്പിച്ചാൽ വേദനിക്കുമോ? ഇല്ല. കൽബ് ചത്തുപോയാൽ നമ്മൾ എന്ത് സംഭവിച്ചാലും അറിയുകയുമില്ല. ഇബ്നുൽ ഖയ്യിം ധാരാളം അനന്തരഫലങ്ങൾ, പാപത്തിന്റെ അനന്തരഫലങ്ങളായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വമിൻഹ, അതിൽപ്പെട്ടതാണ് ദുല്ലുഹു ബഅദ ഇസ്സിഹി, അവന് ലഭിച്ച പ്രതാപത്തിന് ശേഷം അവന് നിന്ദ്യതയുണ്ടാകും. ആളുകൾക്ക് മുമ്പിൽ, സമൂഹത്തിൽ, അവൻ്റെ സ്വന്തത്തിൽ തന്നെ അവനൊരു ഇജ്ജത്ത് ഉണ്ടാകും, അത് നിന്ദ്യതയായിത്തീരും. അവൻ ആരെ കാണുമ്പോൾ എല്ലാവർക്കും അവനോട് ഒരു പുച്ഛമുള്ള പോലെ അവന് തോന്നും. അവൻ ചിലപ്പോൾ നല്ല സ്ഥാനത്തും ഉന്നതമായ സ്ഥാനത്തൊക്കെ ആയിരിക്കും, പക്ഷെ അവൻ്റെ ഉള്ളിൽ എല്ലാവർക്കും അവനോട് ഒരു പുച്ഛമുള്ളതുപോലെ തോന്നിക്കൊണ്ടേയിരിക്കും. വമിൻഹ, അതിൽപ്പെട്ടതാണ് അന്നഹു യസീറു അസീറൻ ഫി യദി അഅദാഇഹി ബഅദ അൻ കാന മലികൻ മുതസർരിഫൻ യഖാഫുഹു അഅദാഉഹു, അവൻ്റെ ശത്രുക്കളെല്ലാം അവനെ ഭയപ്പെടുന്ന ഒരവസ്ഥയിലായിരുന്നതിൽ നിന്ന് മാറി ശത്രുക്കളുടെ കെണിയിലകപ്പെട്ട, പിടുത്തത്തിലകപ്പെട്ട ഒരു ബന്ദിയായിട്ട് അവൻ തീരും. അവൻ്റെ കീഴിലുണ്ടായിരുന്ന അവൻ്റെ ശത്രുക്കളുടെ അടിമയായിട്ട്, ബന്ദിയായിട്ട് അവൻ മാറിത്തീരുന്ന അവസ്ഥയുണ്ടാകും. അതാ നിന്ദ്യതയുണ്ടാകും. വമിൻഹ അന്നഹു يضعف تأثيره فلا يبقى له نفوذ في رعيته ولا في الخارج, അവൻ്റെ സ്വാധീനം കുറയും, അവൻ്റെ മറ്റുള്ളവരുടെ മേലുള്ള സ്വാധീനം കുറയും. അവൻ്റെ കീഴിലുള്ള ആളുകളുടെ മുമ്പിൽ ഉണ്ടാവില്ല, അവൻ്റെ പുറത്തുള്ള ആളുകളുടെ മുമ്പിൽ ഉണ്ടാവില്ല. ഒരു സ്വാധീനം ആളുകളുടെ മേലെ ഉണ്ടാവുമല്ലോ, അത് കുറഞ്ഞ് ഒന്നുമില്ലാത്ത അവസ്ഥ വരും. ഫലാ റഇയ്യതഹു തുതീഉഹു ഇദാ അമറഹ ഫലാ യൻഫുദു ഫീ ഗൈരിഹിം, അവൻ്റെ കീഴിലുള്ള ആളുകൾ അവൻ പറഞ്ഞാൽ അനുസരിക്കൂല, ബാക്കിയുള്ള ആളുകൾ അവനൊരു വിലയും കൊടുക്കൂല. വമിൻഹാ സവാലു അംനിഹി വതബദ്ദുലിഹി ബിഹി മഖാഫതൻ, അവൻ്റെ നിർഭയത്വം നഷ്ടപ്പെടും, പകരം ഭയമാകുന്ന അവസ്ഥ ഉണ്ടാകും. നിർഭയത്വം നഷ്ടപ്പെട്ട് ഭയപ്പാടാകുന്ന അവസ്ഥയുണ്ടാകും. ഏറ്റവും ഭയപ്പെടുന്ന ആള് ഏറ്റവും പാപം ചെയ്യുന്ന ആളായിരിക്കും. ഏറ്റവും ഭയം ഉള്ളിലുണ്ടാകുന്ന ആള് ഏറ്റവും പാപം ചെയ്യും. ഭയം പറഞ്ഞാൽ ഒരു ബേജാറുള്ള ഭയം, എന്തിനേയും പേടിക്കുന്ന അവസ്ഥ. നമ്മൾ ആലോചിച്ച്, നമ്മൾ തെറ്റ് ചെയ്താൽ നമുക്ക് ഇതൊക്കെ വരും. നമ്മളൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന അവസ്ഥയല്ല ഉണ്ടാവുക, നമ്മുടെ ഉള്ളിൽ എവിടുന്നോ ഇല്ലാത്തൊരു പേടി വരും, എവിടുന്നോ ഇല്ലാത്ത ബേജാറ് വരും. പക്ഷേ നമുക്കത് ഇതാണ് കാരണമെന്ന് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഒമിൻഹ സവാലുൽ ഉൻസി വലിസ്തിബ്ദാലു ബിഹി വഹ്ശതൻ, അള്ളാഹുമായിട്ട്, ഉൻസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള അടുത്ത ബന്ധം അത് നീങ്ങിപ്പോയിട്ട് ഏകാന്തത അനുഭവിക്കുന്ന അവസ്ഥയുണ്ടാവും. അള്ളാഹുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഒറ്റപ്പെട്ട ഏകാന്തമായി പോകുന്ന അവസ്ഥ. വകുല്ലമ ഇസ്ദാദ ഇസാഅതൻ ഇസ്ദാദ വഹ്ശതൻ, എത്രത്തോളം പാപങ്ങൾ ഒരുത്തനിൽ വർദ്ധിക്കുന്നുവോ അത്രത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏകാന്തതയും വർദ്ധിക്കും. അതായത് നമുക്ക് അള്ളാഹുമായിട്ട് വലിയൊരു ബന്ധം കിട്ടും. അള്ളാഹുവിനെ അറിഞ്ഞ് അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ, അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് അള്ളാഹുമായിട്ട് വളരെ അടുക്കാൻ പറ്റും. പക്ഷേ അതൊന്നുമില്ലാതെ അള്ളാഹുമായിട്ടുള്ള ബന്ധം വിട്ടുകഴിഞ്ഞാൽ ഏകാന്തമായ ഒരു വഹ്ശത്ത്, ഒരു ഒറ്റപ്പെട്ട അവസ്ഥ,
ആരുമില്ലാത്തൊരവസ്ഥ അതായിത്തീരും. അത് പാപം കൂടുന്നതനുസരിച്ചിട്ട് അതും കൂടും. വമിൻഹാ ജവാലു റിളാ വസ്തിബ്ദാലുഹു ബിസ്സഖത്ത്, അള്ളാഹ് തൃപ്തി നഷ്ടപ്പെടും, അള്ളാഹുവിൻ്റെ തൃപ്തി നീങ്ങിപ്പോകും, അവന് ജീവിതത്തിൽ മൊത്തത്തിൽ തൃപ്തി എന്നുള്ള അവസ്ഥ ഇല്ലാതെയാകും, അള്ളാഹുവിൻ്റെ വെറുപ്പും കോപവും അവൻ്റെ മേലെ നിർബന്ധമാകും. വമിൻഹാ ജവാലു തുമഅനീനതി ബില്ലാഹി വസ്സുകൂനി ഇലൈഹി വൽ ഈവാഹി ഇൻദഹു, അള്ളാഹുവിലേക്ക് അടുക്കുന്നതോടുകൂടി കിട്ടുന്ന സമാധാനം, ശാന്തത, ഇതൊക്കെ നീങ്ങിപ്പോകും. ബിസ്തിബ്ദാലുഹു ബിത്തർദി വൽ ബുഅദി മിൻഹു, അതിന് പകരം അള്ളാഹുവിൽ നിന്ന് അകറ്റപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തോന്നിയിട്ടില്ലേ, ഒരു സമയത്ത് നമുക്ക് അള്ളാഹുവായിട്ട് വളരെ അടുത്ത ബന്ധം കിട്ടുന്നത് നമ്മൾ കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യുന്നു, ഫർളും സുന്നത്തുകളും നിസ്കരിക്കുന്നു, രാത്രി നിസ്കരിക്കുന്നു, പാപങ്ങൾ ചെയ്യുന്നില്ല, അള്ളാഹുവിനോട് ധാരാളം ദുആ ചെയ്യുന്നു, ഇൽമ് കേൾക്കുന്നു, ഇൽമ് പ്രചരിപ്പിക്കുന്നു, ആളുകൾക്ക് സ്വതക്ക നൽകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നു. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം നമുക്ക് മനസ്സെന്തായിരിക്കും അവസ്ഥ? എന്നാൽ ഇതില്ലാതെ തെറ്റുകൾ മുഴുകുന്നൊരവസ്ഥ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതാണ് പറയുന്നത്, ആ ശാന്തത എല്ലാം നഷ്ടപ്പെടും. വമിൻഹ, അതിൽപ്പെട്ടതാണ് നിരാശയുടെയും ഖേദങ്ങളുടെയും കിണറിൽ അവൻ വീണുപോകും, അങ്ങേയറ്റത്തെ ഖേദത്തിൻ്റെ. ഫലാ യസാലു ഫീ ഹസ്റത്തിൻ ദായിമത്തിൻ, അവന് നിലനിൽക്കുന്ന ഖേദമായിരിക്കും. കുല്ലമാ നാല ലദ്ദതൻ നാസഅത്ഹു നഫ്സുഹു ഇലാ നദീരിഹ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാൻ അധികം ആളുകൾക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. അതായത് കുല്ലമാ നാല ലദ്ദതൻ നാസഅത്ഹു നഫ്സുഹു ഇലാ നദീരിഹ, ഒരാളുടെ മനസ്സ്, അവൻ ആ മനസ്സ് ഇഷ്ടപ്പെടുന്ന ഒരു ആസ്വാദനം, അതായത് നഫ്സ് ഇഷ്ടപ്പെടുന്ന തെറ്റ് പോലുള്ള ആസ്വാദനം, അതിന് നല്ലതായി തോന്നുന്ന ആസ്വാദനം, അത് എത്ര കിട്ടിയാലും ഇല്ലം യഖ്ദ് മിൻഹാ വതറൻ, അത് അവനെ ഉപയോഗിച്ച് അത് ആവശ്യത്തിന് കിട്ടി, അതവന് വേണ്ട പോലെ ആയിണ്ടാവില്ല. ഔ ഇലാ ഗൈരിഹ ഇൻ ഖവാ വതറഹു മിൻഹാ, ഇനി അതല്ലെങ്കിൽ അവൻ അടുത്തയിലേക്ക് പോകും. അതായത് ഒരു തെറ്റ് ചെയ്തിട്ട് ഒരു ആസ്വാദനം കിട്ടിക്കഴിഞ്ഞാൽ അവന് മതിയാവില്ല, പിന്നെ അത് അതിൻ്റെ അടുത്തയിലേക്ക് പോകും, ഇനി കുറച്ചുകൂടി വേണമെന്നാവും. വമാ യഅ്ജിസു അൻഹു മിൻ ദാലിക അദ്ആഫ മാ യഖ്ദിറു അലൈഹി, അത് കഴിഞ്ഞ് അടുത്തത് അവന് പറ്റാത്ത അവസ്ഥയ്ക്ക് എത്തും. അതായത് ഒന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, ഒരാൾ ഒരു 10 രൂപ കട്ടെടുത്ത് വിചാരിക്കുക, പിന്നെ അവന് അത് മതിയാവില്ല, അടുത്തത് 100 ആവും, പിന്നെ 1000 ആവും, പിന്നെ അങ്ങനെ എടുക്കുക വിചാരിക്കുക, 10,000 ആവും, പിന്നെ അവൻ 1 ലക്ഷം എടുക്കാനാവും, പിന്നെ അതിലും കൂടുതൽ എടുക്കണം എന്ന് അവന് ആഗ്രഹം ഉണ്ടാവും, അതിനുള്ള വഴിയില്ലാതെയാവും. അവന് എടുക്കണം എന്നുള്ള ആഗ്രഹം കൂടിയിട്ട് അവന് പറ്റാത്ത അവസ്ഥ വരും, അങ്ങനെ വല്ലാത്തൊരു ഞെരുക്കായി തീരും. വകുല്ലമസ്തദ്ദ നുസൂഉഹു വറഫഅ അജ്സഹു, അങ്ങനെ അവന് ഇതൊക്കെ ആവശ്യമുണ്ട് എന്നുള്ള ആഗ്രഹവും ഇതൊന്നും നടക്കൂല്ല എന്നുള്ള അവസ്ഥയും വരുന്ന സമയത്ത് ഇസ്തദ്ദത് ഹസറതുഹു വഹസ്നുഹു, അവൻ്റെ ഖേദവും നിരാശയും വിഷമവും കൂടും. അതായത് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തെറ്റുകൾ കൂടുതൽ ചെയ്യാൻ പോകും, ആ ചെയ്യുന്നത് വീണ്ടും അവൻ എന്താകും, ഇനിയും കിട്ടാനില്ലല്ലോ എന്നുള്ള ഖേദമുണ്ടായി പാപങ്ങൾ ചെയ്യും തോറും അവസ്ഥ ഉണ്ടാവുക. ഫയാലഹാ നാറൻ ഖദ് ഉദ്ദിബ ബിഹൽ ഖൽബു ഫീ ഹാദിഹി ദാർ ഖബ്ല നാരില്ലാഹിൽ മുഖദ, അവൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് കത്തിപ്പടരുന്ന തീയിൻ്റെ, അള്ളാഹുവിൻ്റെ തീയിന് മുമ്പ് തന്നെ അവൻ്റെ കൽബ് ഇവിടെ ഒരു തീയിൽ കടന്ന് എരിയുന്നത് പോലെയായിരിക്കും. അവൻ അത്രയും വെന്തുരുകുന്ന അവസ്ഥയുണ്ടാവുക. അല്ലത്തി തത്തലു അൽ അഫിദ, നെഞ്ചിലേക്ക് പടർന്നു കയറുന്ന പരലോകത്തെ തീയിന് മുമ്പ് ഇവിടെ പടർന്നു കയറുന്ന തീയായിരിക്കും അത്. വമിൻഹ, അതുപോലെ തന്നെ ഫഖ്റുഹു ബഅദ ഗിനാഹ്, അവൻ്റെ ധന്യതയ്ക്ക് ശേഷം, അവൻ്റെ ഐശ്വര്യത്തിന് ശേഷം അവന് ദാരിദ്ര്യം സംഭവിക്കും. ഫഇന്നഹു കാന ഗനിയൻ ബിമാ മഅഹു മിൻ റഅസി മാലിൽ ഈമാൻ, കാരണം അവൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവൻ സമ്പന്നനായിരുന്നു. സമ്പന്നത എന്ന് പറയുന്നത് അവൻ്റെ സമ്പത്ത് എന്താണ്? ഈമാനാണ്. വഹുവ യത്തജിറു ബിഹി വയർബഹുൽ അർബാഹൽ കസീറ, അവൻ ആ ഈമാൻ കൊണ്ട് കച്ചവടം ചെയ്ത്, അള്ളാഹുവിനോടുള്ള കച്ചവടം ചെയ്ത് ധാരാളം ലാഭം നേടിയിട്ടുണ്ടാകും. ഫൈദാ സുലിബ റഅസ മാലിഹി അസ്ബഹ ഫഖീറൻ മുഅദിമൻ, എന്നാൽ അവൻ്റെ ഈ ഈമാൻ, അത് പാപം ചെയ്യുമ്പോൾ ഈമാൻ പോകും പറഞ്ഞല്ലോ, അത് പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ദരിദ്രനായി തീരുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. فإما يسعى بتحصيل رأس مال آخر بالتوبة النصوح والجد والتشمير, ഒന്നെങ്കിൽ അവൻ്റെ ഈ മൂലധനം, ഈമാൻ എന്നുള്ള മൂലധനം വേറെ ഏതെങ്കിലും വഴിയിലൂടെ വീണ്ടും എടുക്കണം. അതായത് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങി അവൻ തിരിച്ചെടുക്കണം, പരിശ്രമിച്ച് പണിയെടുത്ത് തിരിച്ചെടുക്കണം. വഇല്ല, തിരിച്ചെടുത്തിട്ടില്ല എങ്കിൽ ഫഖദ് ഫാതഹു റിബ്ഹുൻ കസീറുൻ ബിമാ അളാഅഹു മിൻ റഅസി മാലിഹി, അവൻ്റെ മൂലധനത്തിൽ നിന്ന് അവൻ നഷ്ടപ്പെടുത്തുന്നത് വലിയ കാര്യങ്ങളായിരിക്കും നഷ്ടപ്പെടുക. അഥവാ ഈമാൻ അങ്ങോട്ട് പോകും, ഈമാൻ തീർന്നു പോകണം, നമ്മൾ അറിയില്ല, അങ്ങനെ ഇല്ലാതായി പോകും. നമുക്ക് ഒരു ആസ്വാദനം കിട്ടൂല, നിസ്കരിക്കുന്നുണ്ടാകും, എക്സസൈസ് ചെയ്യുന്ന പോലെ അവസ്ഥ,
അതായത് നമ്മൾ എക്സസൈസ് ചെയ്യുന്നു, നിസ്കരിക്കുന്നു, ശരീരം അങ്ങോട്ട് അനക്കുന്നു, നിസ്കാരത്തിൽ നിന്ന് കിട്ടേണ്ട ഒന്നും കിട്ടുന്നുണ്ടാവില്ല. കാര്യം ചെയ്യുന്നുണ്ടാവും, ഒരു സമയം 5 വക്ത് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷേ കൈ കെട്ടിക്കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയോ ആലോചിക്കുന്നു, വേറെ എന്തൊക്കെയോ ചെയ്യുന്നു, ഖുശൂഇന്റെ ഒരു അംശം പോലും ഉണ്ടാകുന്നില്ല. ഖുർആൻ പാരായണം, ദിവസവും ഖുർആൻ പാരായണം, ഒരായത്ത് പോലും കൽബിൽ ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ദിക്ർ രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറുകൾ ചെല്ലുന്നു, എന്താണ് ഞാൻ ചെല്ലിയത് എന്ന് ഓർക്കുന്നില്ല, ഒരു ആസ്വാദനം കിട്ടൂല. ആ ഒരു അവസ്ഥ ഉണ്ടാകും. ആ ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഘട്ടമായി തീരും. അങ്ങനെ ദാരിദ്ര്യം സംഭവിക്കുന്ന അവസ്ഥ. ഒരിക്കൽ സലഫുകൾപ്പെട്ട ഉഹൈബ് ബിൻ വറദ് റഹിമഹുള്ളയോട് ചോദിക്കപ്പെട്ടു, മതാ യഫ്ഖിദുൽ അബ്ദ് ലദ്ദത്തൽ ഇബാദ, ഒരടിമ എപ്പോഴാണ് ഇബാദത്തിന്റെ ആസ്വാദനം നഷ്ടപ്പെടുക? പാപം ചെയ്യുമ്പോഴാണോ ചെയ്തു കഴിഞ്ഞാലാണോ? ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ ചെയ്തു കഴിഞ്ഞാലാണോ ലദ്ദത്ത് നഷ്ടപ്പെടുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇദാ ഹമ്മ ബിൽ മഅസിയ, പാപത്തിനെ കുറിച്ച് ആലോചിച്ചാൽ മതി, അപ്പം അവൻ്റെ ലദ്ദത്ത് നഷ്ടപ്പെടാൻ തുടങ്ങും. ഒരു തെറ്റിനെ കുറിച്ച് നമ്മൾ കുറേ ആലോചിച്ചുകൊണ്ടിരുന്നാൽ കഴിഞ്ഞാൽ പിന്നെ ഇബാദത്തിൽ നമുക്ക് ലദ്ദത്ത് കിട്ടൂല. അപ്പം അങ്ങനെ അത് ഇല്ലാതായി പോകുന്ന അവസ്ഥയുണ്ടാകും. വമിൻഹ നുഖ്സാനു റിസ്ഖിഹി ഫഇന്നൽ അബ്ദ യഹ്റമു റിസ്ഖ ബിദ്ദംബി യുസീബുഹു, റിസ്ഖ് തടയപ്പെടും, അള്ളാഹുവിൽ നിന്നുള്ള ഉപജീവനം തടയപ്പെടും, പാപങ്ങൾ കാരണത്താൽ ഉപജീവനം തടയപ്പെടും. വമിൻഹ ളഅഫു ബദനിഹി, ശരീരം ശോഷിക്കും, ശരീരത്തിന് ബാധിക്കും. ചില ആളുകൾ വിചാരിച്ചത് പാപം കൽവുമായി ബന്ധപ്പെട്ട കാര്യം, ഒരിക്കലും അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വന്നതുപോലെ, ഉലമാക്കൾ പറഞ്ഞതുപോലെ, തസ്ബീഹും തഹ്ലീലും തഹ്മീദും ദിക്റുകളും ഖുർആനും എല്ലാം ശരീരത്തിന് ശക്തിയേകുന്നത് പോലെ പാപങ്ങളും ശരീരത്തിനെ ദുർബലമാക്കും, ശരീരം ക്ഷീണിച്ചു പോകും, അങ്ങനെ ഉണ്ടാകും. വമിൻഹ സവാലുൽ മഹാബത്തി വൽ ഹലാവ അല്ലത്തി ലബിസഹാ ബിത്വാഅ ഫതബദ്ദല ബിഹാ മഹാനതൻ വഹഖാറതൻ, അവനുള്ള ഗാംഭീര്യം നഷ്ടപ്പെടും, അവനെ കാണുമ്പോൾ മറ്റുള്ളവരുടെ ഉള്ളിൽ തോന്നുന്ന മഹാബത്ത്, ഹൈബത്ത്, അത് നഷ്ടപ്പെടും, അവൻ്റെ അനുസരണം കൊണ്ട് ലഭിക്കുന്ന ആസ്വാദനം, രുചി നഷ്ടപ്പെടും, അതെല്ലാം നിന്ദ്യത കൊണ്ട് പകരം വെക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ചായ കുടിച്ചിട്ട് മതിയോ? ഒരു ഇതായിക്കോട്ടെ, ഫ്രഷ് ആയിക്കോട്ടെ. പക്ഷെ നമുക്ക് ബാക്കി നമുക്ക് വേഗം ചായ കുടിച്ചിട്ട് വന്നാൽ ബാക്കി തുടരാം. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അപ്പോൾ നാം വായിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ ത്വരീഖുൽ ഹിജ്റത്തൈൻ വബാബു സഅദതൈൻ എന്ന കിതാബിൽ പാപങ്ങളിൽ നിന്ന് സ്വന്തത്തെ പിടിച്ചു നിർത്താനുള്ള കാരണങ്ങൾ, അതിൽ 7-ാമത്തേതിൽ പാപം കൊണ്ടുണ്ടാകുന്ന അന്തര ദോഷങ്ങൾ, അതിനെക്കുറിച്ചുള്ള അറിവ്, അതിലെ ഖുവ്വത്ത്, അതിനെ പറ്റിയാണ് പറയുന്നത്. അതിലടുത്തത് വമിൻഹ, അതിൽപ്പെട്ടതാണ് ഹുസൂലുൽ ബുഗ്വതി വന്നുഫ്രതി മിൻഹു ഫീ ഖുലൂബിൻ നാസ്, ജനങ്ങളുടെ കൽബിൽ അവനെ സംബന്ധിച്ച് ഒരു വെറുപ്പും ഒരു അകൽച്ചയും ഇതെല്ലാം ഉണ്ടാകുമെന്നുള്ളത്. അതായത് ഇതിൽ അവൻ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നമ്മൾ ഓരോരുത്തർ ആലോചിക്കേണ്ടത് ഞാൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഇത് വേറെ ആരെയെ പറ്റിയിട്ടല്ല, നമ്മളെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മളിൽ പാപം സംഭവിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ ഉള്ളിൽ നമ്മളോട് വെറുപ്പുണ്ടാകും, ഒരു ദേഷ്യമുണ്ടാകും. സൽഫുകൾ പറയാറുണ്ട്, ഞാനൊരു പാപം ചെയ്താൽ അതിൻ്റെ അനന്തരഫലം എൻ്റെ ഭാര്യയിൽ നിന്നും എൻ്റെ വാഹനമൃഗത്തിൽ നിന്നും വരെ എനിക്ക് തോന്നാറുണ്ട് എന്ന്. കാരണം അത്രയും ഒരു അകൽച്ചയും ഒറ്റപ്പെടലും അവൻ അനുഭവിക്കേണ്ടി വരും. വമിൻഹ, അതിൽപ്പെട്ടതാണ് വയാഉ അഅസ്സിൽ അഷ്യാഇ അലൈഹി വഅൻഫസിഹ വഅഗ്ലാഹ, അവൻ ഏറ്റവും മൂല്യവത്തായ, അവൻ ഏറ്റവും വില പിടിച്ചിട്ടുള്ള കാര്യത്തെ അവൻ പാഴാക്കുകയാണ്. എന്താണത്? വഹുവൽ വഖ്തുല്ലദീ ലാ ഇവദ മിൻഹു, അത് സമയമാണ്, പകരം വെക്കാൻ സാധിക്കാത്ത സമയം. വലാ യഊദു ഇലൈഹി അബദ, അവൻ്റെ ആ സമയം പിന്നീട് അവനൊരിക്കലും മടങ്ങി കിട്ടുകയില്ല. അതായത് ഒരു പാപം നമ്മൾ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സമയം എന്നുള്ളത് തന്നെ ഏറ്റവും വില പിടിച്ച കാര്യമാണ്. കാരണം ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ അതിലൊരു സുബ്ഹാനല്ലാഹയോ ഒരു അൽഹംദുലില്ലാഹയോ ഒരു അല്ലാഹു അക്ബറോ ഒരു ദിക്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ അതൊരു ഈന്തപ്പനമായിട്ടും ചെടിയായിട്ടും മാറിത്തീരും. ഇനി അതില്ല എങ്കിൽ ആ സമയം വെറുതെ പോയി. ആ സമയം അതിലൊരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ അത് ഉപകരിക്കുന്നതായി, ആ സമയം പോയാൽ ആ സമയം വെറുതെ പോയി. അവിടെ പാപം കൂടി ആയാലോ, സമയം പോവുകയും ചെയ്തു, ബാക്കിയുള്ള അപകടവും വരുന്നു. അപ്പോൾ സമയത്തെ അവൻ നഷ്ടപ്പെടുത്തുന്നു. അപ്പോൾ തിരിച്ചു കിട്ടൂല. നമ്മൾ ആലോചിച്ച് നോക്കിയും, ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടുമോ? ഒരിക്കലുമില്ല. അല്ലാഹു തആല നമ്മുടെ മേലെ ഏറ്റവും വില വെച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് സലഫുകൾ അവരുടെ സമ്പത്തിനേക്കാൾ അവരവരുടെ സമയത്തിന് വില കൊടുത്തിരുന്നു. നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? നമ്മുടെ സമയം കൊടുത്തിട്ട് നമ്മൾ സമ്പത്ത് ഉണ്ടാക്കും.
സലഫുകൾ സമ്പത്ത് കൊടുത്തിട്ട് സമയത്തെ കിട്ടാൻ അവർ ശ്രദ്ധിക്കുമായിരുന്നു. കാരണം അവർക്ക് ഏറ്റവും മൂല്യം സമയമായിരുന്നു. വമിൻഹ തമഉ അദുവിഹി ഫീഹി വവഫരിഹി ബിഹി. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പാപം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു അവസ്ഥ, അവൻ്റെ ശത്രു അഥവാ നമ്മുടെ ശത്രുവായിട്ടുള്ള ശൈത്താനിന് നമ്മുടെ മേലെ പ്രതീക്ഷ കൂടും, നമ്മളെ കീഴ്പ്പെടുത്താനുള്ള സാധ്യത വർദ്ധിക്കും. ഫൈന്നഹു ഇദാ റആഹു മുൻഖാദൻ മുസ്തജീബൻ ലിമാ യഅ്മുറുഹു ഇസ്തദ്ദ തംഉഹു. അവൻ നമ്മളെ കാണുകയാണ്, അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുന്ന, അവൻ പറയുന്ന കാര്യങ്ങൾക്ക് കേൾക്കുന്ന ഒരാളായിട്ട് അവൻ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മേലുള്ള പ്രതീക്ഷ കൂടും. അതായത് ശൈത്താൻ നമ്മളെ തിന്മക്ക് പ്രേരിപ്പിക്കും. ആ പ്രേരിപ്പിക്കുന്ന സമയത്ത്, ആ തെറ്റിന് പ്രേരിപ്പിക്കുന്ന സമയത്ത് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ അവന് കൂടുതൽ പ്രതീക്ഷ ഉണ്ടാവും. അവൻ ഇങ്ങനെ കിട്ടും നിലക്ക് അവൻ കൂടുതൽ പ്രതീക്ഷ വെക്കും. വഹദ്ദസ നഫ്സഹു ബിദ്ദഫരി ബിഹി. അവ പിന്നെ അവനെ കീഴ്പ്പെടുത്താനുള്ള ഓരോ കാര്യങ്ങൾ അവൻ്റെ ഉള്ളിലാക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. വജഅലിഹി മിൻ ഹിസ്ബിഹി. അങ്ങനെ അവൻ്റെ കൂട്ടത്തിൽ ഒരാളാക്കി അവനെ മാറ്റും. ഹത്താ യസീറ ഹുവ വലിയുഹു ദൂന മൗലാഹുൽ ഹഖ്. യഥാർത്ഥ വലിയായിട്ടുള്ള മൗലയായിട്ടുള്ള അള്ളാഹുവിനെ വിട്ട് ഷെയ്ത്താനെ വലിയാക്കുന്ന അവസ്ഥയുണ്ടാകും. നമ്മൾ ശ്രദ്ധിക്കണം. കാരണം തൗഹീദും ദീനും സുന്നത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ നിരീശ്വരവാദവും കുഫറിലേക്കും പോകുന്ന ഒരു കാലമാണിത്. എന്തുകൊണ്ടാണ് അവർ പോണത്? പെട്ടെന്നുണ്ടായൊരു കാര്യമാണോ? ഒരിക്കലുമല്ല. പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണമാണ് പിശാചിന് അവൻ്റെ മേലെയുള്ള സ്വാധീനം വളർത്തുന്ന കാര്യമാണ് പാപങ്ങൾ. വമിൻഹ അത്തബഉ വറൈനു അലാ ഖൽബിഹി. അതുപോലെ പാപങ്ങളുടെ അനന്തര ദോഷങ്ങളിൽ പെട്ടതാണ് കൽബിൽ മുദ്ര വെക്കപ്പെടുന്ന കറ പിടിക്കുന്ന അവസ്ഥ. ഫൈനൽ അബ്ദ ഇദാ അദ്നബ നുക്ത ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ. ഒരടിമ പാപം ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ കൽബിൽ ഒരു കറുത്ത കുത്തു വീഴും. ഫൈൻ താവ മിൻഹ സുഖില ഖൽബുഹു. അത് പശ്ചാത്തപിച്ച് മടങ്ങി കഴിഞ്ഞാൽ, തൗബ ചെയ്ത് മടങ്ങിയാൽ ആ കൽബ് വീണ്ടും സ്ഫുടം ചെയ്യപ്പെടും, വീണ്ടും നന്നാക്കപ്പെടും. വൈൻ അദ്നബ ദംബൻ ആഖർ നുഖിദ ഫീഹി നുക്തത്തുൻ ഉഖറ. വീണ്ടും അവൻ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും അവൻ്റെ കൽബിലൊരു കറുത്ത നിറം വരും, കുത്തുവരും. വലാ തസാലു ഹത്താ തഅലു ഖൽബുഹു. അങ്ങനെ പാപം ചെയ്യുന്നതോറും ആ കറുത്ത കുത്ത് നിറഞ്ഞു പോകും അവൻ്റെ കൽബിൽ. ഫദാലിക ഹുവ അർറാനു ഖാല അല്ലാഹു തആല. അതാണ് അല്ലാഹു തആല സൂറത്തുൽ മുത്തഫിഫീനിൽ പറഞ്ഞ അർറാൻ, അടയാളം എന്നുള്ളത്. കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവരുടെ കൽബിൽ കറ ബാധിച്ചിരിക്കുകയാണ് അവർ നേടിയതിൻ്റെ ഫലമായി. പാപം ചെയ്യുന്നത് കൽബിനെ ഈ കറ ബാധിക്കുന്ന അവസ്ഥയുണ്ടാകും. വമിൻഹ അന്നഹു യഹ്റുമു ഹലാവത്തു ത്വാഅ. അന്നഹു യഹ്റുമു ഹലാവത്തു ത്വാഅ. അനുസരണത്തിൻ്റെ മാധുര്യം അവന് തടയപ്പെടും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വൈദാ ഫഅലഹ ലം യജിദ് അസറഹ ഫീ ഖൽബിഹി മിനൽ ഹലാവത്തി വൽ ഖുവ്വത്തി വമസീദിൽ ഈമാൻ. അവൻ എന്ത് കാര്യം ചെയ്യാതാലും അഥവാ അള്ളാഹിനുള്ള അനുസരണം ചെയ്താൽ പോലും അവൻ്റെ കൽബിൽ അതിൻ്റെ ആസ്വാദനമോ ഈമാനിൽ വർധനവോ അതിൻ്റെ ശക്തിയോ ഒന്നും ഉണ്ടാവില്ല. വലാഖലി വറഗ്ബത്തി ഫിൽ ആഖിറ. അവന് പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയോ താല്പര്യമോ ഒന്നും ഉണ്ടാവില്ല. അതായത് അള്ളാഹിനെ അനുസരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ അതുകൊണ്ടൊരു ഉപകാരം കിട്ടൂല, അതിൻ്റെ ആസ്വാദനമില്ല, പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവില്ല. ഫൈന്ന ത്വാഅത തുസ്മിറു ഹാദിഹി സമറാത്തി വലാ ബുദ്. ശരിക്കും അള്ളാഹിനെ അനുസരിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? ഈ സ്വാധീനം എന്തായാലും ഉണ്ടാകും. പക്ഷേ പാപങ്ങളൊരു ഭാഗത്ത് ചെയ്തു കഴിഞ്ഞാൽ ഈ അനുസരിക്കുമ്പോൾ കിട്ടുന്ന ഈ കാര്യങ്ങൾ നഷ്ടപ്പെട്ട് തുടങ്ങും. നേരത്തെ നമ്മളത് വിശദീകരിച്ചു. വമിൻഹ അൻ തംനഅ ഖൽബഹു മിൻ തറഹുലിഹി മിനദ് ദുനിയ വനുസൂലിഹി ബിസാഹത്തിൽ ഖിയാമ. ഇത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പാപം സംഭവിച്ചു കഴിഞ്ഞാൽ, പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൽബ് തടയപ്പെടും. വമിൻ എന്തിനാ തടയപ്പെടുക? മിൻ തറഹുലിഹി മിനദ് ദുനിയ വനുസൂലിഹി ബിസാഹത്തിൽ ഖിയാമ. ദുനിയാവിൽ നിന്ന് വിട്ടുപോയി പരലോകത്തേക്ക് ചെന്നിറങ്ങുന്ന അവസ്ഥയിൽ നിന്ന് അവൻ്റെ കൽബ് തടയപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അതായത് ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ചിന്ത ഏറ്റവും അധികം ഉണ്ടാകേണ്ടത് പരലോകത്തെ സംബന്ധിച്ചിട്ടാണ്. പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ പരലോകത്തെ ചിന്ത നഷ്ടപ്പെട്ട് ദുനിയാവിൽ തന്നെ കെട്ടിക്കൂട്ടി കിടക്കുന്ന അവസ്ഥയുണ്ടാകും. ഫൈനൽ ഖൽബ ലാ യസാലു മുശത്തതൻ മുദയ്യഅൻ ഹത്താ യുറഹില മിനദ് ദുനിയ വയൻസില ഫിൽ ആഖിറ. ഒരു അടിമയുടെ കൽബ് അത് ചിന്നിച്ചിതറിയ ഒരു അവസ്ഥയിലായിരിക്കും അവൻ പരലോകത്ത് ചെന്ന് വീഴുന്നത് വരെ, അഥവാ അവൻ്റെ കൽബ് പരലോകത്തിൻ്റെ ചിന്തയിൽ മുഴുകുന്നത് വരെ, ദുനിയാവിൽ നിന്ന് വിട്ടുപോയി പരലോകത്തിൻ്റെ ചിന്തയിൽ മുഴുകുന്നത് വരെ. ഫൈദാ നസല ഫീഹാ അഖ്ബലത് ഇലൈഹി വഫൂദു തൗഫീഖ് വൽ ഇനായ മിൻ കുല്ലി ജിഹ. അങ്ങനെ അവൻ്റെ കൽബ് പരലോകത്തെ ചിന്തയിൽ മുഴുകിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള അവൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും ഒരു പ്രത്യേക സഹായവും തൗഫീഖും അവന് ലഭിക്കും.
واجتمع على جمع أطرافه وقضاء جهازه وتعبية زاده ليوم معاده. അത് അവൻ്റെ പരലോകത്തേക്കുള്ള വിഭവം ഒരുക്കുന്നതിലും ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുമിപ്പിക്കുന്നതിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ശരിയാകുന്നതിലും എല്ലാം കാരണമാകും. വമാ ലം യതറഹൽ ഇലൽ ആഖിറ വയഹ്ദുർഹ, ഇനി അവൻ പരലോകത്തേക്ക് യാത്ര ചെയ്ത് അവിടെ എത്തിയിട്ടില്ല എങ്കിൽ ഫത്തഅബ് വൽ അനാഅ വത്തശത്തുത് വൽ കസ്ൽ വൽ ബിതാല ലാസിമതൻ ലഹു ലാ മഹാല, അവനെപ്പോഴും ക്ഷീണവും കൈവിട്ട പോലെയും കാര്യങ്ങൾ ചിഹ്നിച്ചതേ പോലെയും അലസതയും ഒരു നിരർത്ഥകമായിരിക്കുന്ന അവസ്ഥയും ഈ കാര്യങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത്. ഇത് ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻകാനത്തി ദുനിയ, ഹദീസിൽ ലഫ്ള് എനിക്ക് ഓർമ്മയില്ല, ആരെയാണോ മൻകാനത്തി ദുനിയ من كانت الدنيا همه فرق الله عليه أمره. ആരുടെയാണോ ഹമ്മ് ദുനിയാവാകുന്നത്, ചിന്ത ദുനിയാവാകുന്നത്, അവൻ്റെ കാര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കും? ചിന്ത ഭിന്നമാക്കി മാറ്റും. അതുപോലെ തന്നെ അവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ എപ്പോഴും ദാരിദ്ര്യമായി തീരും. അവൻ എപ്പോഴും അതിൻ്റെ ചിന്തയിലായിരിക്കും. അവൻ അള്ളാഹു വിധിച്ചല്ലാതെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. എന്നാൽ മൻ കാനത്ത് ആഖിറത്തു നിയ്യത, ആരുടെയാണോ പരലോക നിയ്യത്തായി തീരുന്നത്, അവൻ്റെ കാര്യങ്ങൾ ജമഅ അല്ലാഹു അലൈഹി അംറ, അവൻ്റെ കാര്യങ്ങൾ അള്ളാഹു തആല ഒരുമിപ്പിക്കും. അവൻ അള്ളാഹുവിൻ്റെ തൗഫീഖും കാര്യങ്ങളൊക്കെ ലഭിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പരലോകത്തെ ചിന്തയിൽ നിന്ന് മാറി ദുനിയാവിൻ്റെ ചിന്തയിലേക്ക് മാറാനൊരു കാരണം എന്താ? പാപങ്ങളാണ്. പാപങ്ങൾ ആ ചിന്ത മാറ്റിക്കളയും. വമിൻഹ ഇഅറാദുല്ലാഹി വമലായികതിഹി വഇബാദുഹു അൻഹു, അതിൽപ്പെട്ടതാണ് അള്ളാഹുവും മലക്കുകളും സത്യവിശ്വാസികളായ അടിമകളെല്ലാം അവനിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന അവസ്ഥയുണ്ടാകും. ഫഇന്നൽ അബ്ദ ഇദാ അറദ അൻ തഅത്തില്ലാഹി വഷ്തഗല ബിമആസി അറദല്ലാഹു അൻഹു, ഒരടിമ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞ് പാപങ്ങളിൽ മുഴുകുകയാണെങ്കിൽ അള്ളാഹു അവനിൽ നിന്ന് തിരിഞ്ഞു കളയും. ഫഅറദത് അൻഹു മലായികതുഹു വഇബാദുഹു, മലക്കുകളും മുഅ്മിനീങ്ങളായ അടിമകളും തിരിഞ്ഞു കളയും. കമാ അന്നഹു ഇദാ അഖ്ബല അലല്ലാഹി അഖ്ബല അല്ലാഹു അലൈഹി, ഏതുപോലെ അവൻ അള്ളാഹുലേക്ക് മുന്നിട്ടാൽ അള്ളാഹു അവനിലേക്ക് മുന്നിടുന്നത് പോലെ. വഅഖ്ബല ബിഖുലൂബി ഖൽഖിഹി ഇലൈഹി, സൃഷ്ടികളുടെ കൽബ് കൊണ്ടും അള്ളാഹു അവനിലേക്ക് മുന്നിടും. അഥവാ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടോ സൃഷ്ടികൾ നമ്മെ ഇഷ്ടപ്പെടും, അള്ളാഹു നമ്മെ തൃപ്തിപ്പെട്ടോ സൃഷ്ടികൾ നമ്മെ തൃപ്തിപ്പെടും. ഹദീസിൽ വന്നിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് അള്ളാഹു തആല പറയും, എനിക്ക് ഇന്ന അടിമയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നീ അവനെ ഇഷ്ടപ്പെടുക. അങ്ങനെ മലക്കുകളെല്ലാം ഇഷ്ടപ്പെടും, സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളുടെ ഖൽബിൽ ഇഷ്ടപ്പെട്ടു കൊടുക്കും. അള്ളാഹു വെറുത്തുകയാണെങ്കിലോ ഇതുപോലെ തന്നെ മലക്കുകൾ വെറുപ്പുണ്ടാവും, സത്യവിശ്വാസികളായിട്ടുള്ള അടിമകളുടെ ഉള്ളിലും വെറുപ്പുണ്ടാകും. വമിൻഹ അന്ന ദംബ യസ്തദഇ ദംബൻ ആഖർ, ഇത് വളരെ അപകടം പിടിച്ചൊരു കാര്യത്താണ്. പാപത്തിൻ്റെ അനന്തരഫലങ്ങളിൽ മനസ്സിലാക്കേണ്ടതാണ്. ഒരു പാപം അടുത്ത പാപത്തിലെ ക്ഷണിക്കും. നമ്മൾ വിചാരിക്കും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൗബ ചെയ്ത് മടങ്ങിയാൽ മതിയല്ലോ, ഒഴിവാകുമല്ലോ. അങ്ങനെയല്ല. ചില ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ഈ പാപം കഴിഞ്ഞാൽ ഞാൻ തൗബ ചെയ്ത് മടങ്ങിയാൽ ഇത് ഒഴിവായി കിട്ടുമല്ലോ എന്നാണ്. പക്ഷേ ഒരു പാപം അടുത്ത പാപത്തിനെ ക്ഷണിക്കും. തുമ്മ യഖ്വാ അഹദുഹുമാ ബിൽ ആഖർ, പിന്നെ ഇത് രണ്ടും കൂടിയിട്ട് വേറെ ഒന്നിനെ കൊണ്ട് ശക്തിപ്പെടുത്തും. വയസ്തദിഇയാനി സാലിസ, ആ രണ്ടും കൂടി ശക്തിപ്പെടും, പിന്നെ മൂന്നാമതിനെ ക്ഷണിക്കും. തുമ്മ തജ്തമിഉ സലാസതു ഫതസ്തദിഇ റാബിഅ, ആ മൂന്നെണ്ണം കൂടി നാലാമത്തെ ക്ഷണിക്കും. അതോ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് പാപങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇത് നമ്മൾ ചെയ്യണത് മാത്രമല്ല, അവസരങ്ങൾ കൂടും. ഒരു തെറ്റൊരാൾ ചെയ്തു, അവൻ തൗബ ചെയ്ത് മടങ്ങുന്നില്ല എങ്കിൽ അടുത്ത തെറ്റിനുള്ള അവസരം അവിടെ വരും, പിന്നെ അടുത്ത തെറ്റിലുള്ള അവസരം വരും, പിന്നെ അടുത്ത തെറ്റിലുള്ള അവസരം, പിന്നെ തെറ്റ് ഇങ്ങോട്ട് വരും, പാപങ്ങൾ ഇങ്ങോട്ട് വരുന്ന അവസ്ഥ ഉണ്ടാവുക. അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. വഹലും മജറൻ, അത് വന്നുകൊണ്ടേയിരിക്കും. ഹത്താ തഗ്മുറഹു ദുനൂബുഹു വതുഹീതു ബിഹി ഖതീഅതുഹു, എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങളിൽ അവൻ മുഴുകിപ്പോകുന്ന അവസ്ഥ. قال بعض السلف, സലഫുകളിൽ ചില പറഞ്ഞു, ഇന്ന മിൻ സവാബിൽ ഹസനതി അൽ ഹസനത ബഅദഹാ വമിൻ ഉഖൂബത്തി സയ്യിഅത ബഅദഹാ, നന്മയുടെ പ്രതിഫലപ്പെട്ട സൽക്കർമ്മത്തിൻ്റെ പ്രതിഫലങ്ങളിൽപ്പെട്ടതാണ് അതിനുശേഷം വീണ്ടും സൽക്കർമ്മം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പാപത്തിൻ്റെ ശിക്ഷയിൽപ്പെട്ടതാണ് അതിനുശേഷം വീണ്ടും പാപങ്ങളിൽ മുഴുകുക എന്നുള്ളത്. വമിൻഹ ഇൽമുഹു ബിഫവാതി മാ ഹുവ അഹബ്ബു ഇലൈഹി വഖൈറുൻ ലഹു മിൻഹാ മിൻ ജിൻസിഹാ വഗൈരി ജിൻസിഹാ, അറിവുണ്ടാവുക എന്നുള്ളത്. അഥവാ അനന്തര ദോഷങ്ങളെക്കുറിച്ചുള്ള അറിവിൽപ്പെട്ടതാണ്. അവന് പാപം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത് ഏറ്റവും ഹൈറായിട്ടുള്ള, അവൻ ഏത് പാപമാണോ ചെയ്ത് അതേ ജിൻസിലും അതല്ലാതെയും ഹൈറായിട്ടുള്ള കാര്യമാണ് നഷ്ടപ്പെടുന്നത്. ഫഇന്നഹു ലാ യജ്മഉ അല്ലാഹു ലിഅബ്ദിഹി ബൈന ലദ്ദത്തിൽ മുഹറമാതി ഫി ദുനിയ വലദ്ദത്തി മാ ഫിൽ ആഖിറ,
അള്ളാഹു തആല ഒരു അടിമയുടെ മേലെയും ദുനിയാവിൽ അള്ളാഹു ഹറാമാക്കിയ ഒരു ആസ്വാദനവും കൊടുക്കില്ല. ദുനിയാവിൽ ഹറാമാക്കിയ ഒരു ആസ്വാദനവും സ്വർഗത്തിലെ അതിൻ്റെ പ്രതിഫലമായിട്ടുള്ള ആസ്വാദനം ഒരുമിച്ച് കൊടുക്കൂല. അതായത് ദുനിയാവിൽ കള്ളുടിക്കുമ്പോൾ അവനൊരു ആസ്വാദനം കിട്ടുന്നുണ്ട്, പരലോകത്തെ സമാധാനമേകുന്ന നല്ല രീതിയിൽ അനുഗ്രഹങ്ങളായിട്ടുള്ള മദ്യത്തിൻ്റെ ഒന്നും അവന് പാനീയങ്ങളെ അവന് കിട്ടാൻ പോകുന്നില്ല. ദുനിയാവിൽ വ്യഭിചരിച്ചുകൊണ്ട് ഒരു ആസ്വാദനം ഒരുത്തം കിട്ടുകയാണ്, ഒരുത്തം ലഭിക്കുകയാണ്, അവന് നാളെ പരലോകത്തെ ഹൂറിലിങ്ങളുടെ ആസ്വാദനം കിട്ടാൻ പോകുന്നില്ല. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്, എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. ഇത് ദുനിയാവും പരലോകവും മാത്രമല്ല, ദുനിയാവിൽ വെച്ചിട്ട് തന്നെ കിട്ടൂല. ഒരു കാര്യത്തിൽ ഹറാമും ഹലാലും ഉണ്ട് വിചാരിക്കുക, ഹറാം നമ്മൾ ചെയ്താൽ ഹലാലിൻ്റെ ആസ്വാദനം നമുക്ക് കിട്ടൂല. ഒരാൾ വിവാഹിതനാണ്, അവൻ്റെ ഇണയുണ്ട്, അവൻ വ്യഭിചരിക്കുകയാണെന്ന് വിചാരിക്കുക, അവൻ്റെ ഇണയിൽ അള്ളാഹു തആല വെച്ചിട്ടുള്ള സാധാരണഗതിയിൽ ലഭിക്കേണ്ട ആസ്വാദനം ലഭിക്കില്ല. ഒരാൾ മദ്യപാനവും അതുപോലെ തെറ്റു ചെയ്യാൻ വിചാരിക്കുക, അള്ളാഹു തആല ഹലാലാക്കിയ പാനീയങ്ങളുടെ ആസ്വാദനം അവന് കിട്ടൂല. ഒരു ഹറാമ് ചെയ്തു കഴിഞ്ഞാൽ, ഒരു തെറ്റ് ചെയ്താൽ ഏത് മേഖലയാണെങ്കിലും അതിന് അള്ളാഹു പകരം വെച്ചിട്ടുള്ള ആസ്വാദനം അവന് ഒരുമിച്ച് കിട്ടൂല. ദുനിയാവിലും സ്വർഗത്തിനും കിട്ടൂല, ദുനിയാവിലും കിട്ടില്ല. വയൗമ യുഅറദു അല്ലദീന കഫറു അലന്നാരി അദ്ഹബ്തും ത്വയ്യിബാതികും ഫീ ഹയാതികും അദ്ദുനിയ വസ്തംതഅതും ബിഹാ. സൂറത്തുൽ അഹ്ഖാഫിൽ 20-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, കുഫാറുകൾ നരകത്തിൽ എറിയപ്പെടുമ്പോൾ നിങ്ങളുടെ വിശിഷ്ടമായ ആസ്വാദനങ്ങൾക്ക് ദുനിയാവിൽ നിങ്ങൾ നേടിക്കഴിഞ്ഞു, ഇനിയൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന നിലക്ക് പറയും. അതൊക്കെ നിങ്ങൾ ആവശ്യത്തിന് ആസ്വദിച്ചിട്ടുണ്ട്, ഇനി ഇവിടെ ഒന്നുമില്ല എന്നുള്ളത് പറയും. വളരെ ഭയപ്പെടുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആലോചിച്ചാൽ മതി. അതായത് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണോ കിട്ടുന്നുള്ള ഉറപ്പുള്ള കാര്യത്തിനാണ് പണിയെടുക്കുക. ദുനിയാവിൽ ഒരു തെറ്റ് ചെയ്യാൻ, പാപം ചെയ്യാൻ എല്ലാ അവസരവും കിട്ടി നമ്മൾ ഒരുങ്ങി നിൽക്കുമ്പോൾ അത് നടക്കും നമുക്കൊരു ഉറപ്പില്ല. അതിനു മുമ്പ് എന്തെല്ലാം സംഭവിക്കാം. പക്ഷേ പരലോകത്തുള്ളത് ഉറപ്പായിട്ട് അല്ലാഹു പറഞ്ഞിട്ടുള്ളതാണ്. കുറച്ചു കാലത്തെ ക്ഷമ നമുക്ക് വലിയ നേട്ടം ലഭിക്കും, നേടിത്തരും. ഫൽ മുഅ്മിനു ലാ യുദ്ഹിബു ത്വയ്യിബാതിഹി ഫിദ്ദുനിയ. ഒരു മുഅ്മിൻ അവന് വിശിഷ്ടമായ കാര്യങ്ങൾ ദുനിയാവിൽ പാഴാക്കി കളയില്ല. ബൽ ലബുദ്ദ അയ്യത്രുക ബഅളഹു ത്വയ്യിബാതിഹി ലിൽആഖിറ അയ്യത്രുക ബഅള ത്വയ്യിബാതിഹി ലിൽആഖിറ. അവൻ ദുനിയാവിലെ വിഭവങ്ങളെല്ലാം ഇവിടെ തന്നെ ആസ്വദിച്ച് തീർക്കുകയാണോ? അല്ല, ചിലത് പരലോകത്തിന് വേണ്ടി അവിടെ മാറ്റിവെക്കും. വഅമ്മൽ കാഫിറു ഫഇന്നഹു ലാ യുഅ്മിനു ബിൽആഖിറ. എന്നാൽ കാഫിർ പരലോകത്ത് വിശ്വസിക്കുന്നില്ല. ഫഹുവ ഹരീസുൻ അലാ തനാവുലി ഹുദൂദിഹി കുല്ലിഹാ വത്വയ്യിബാതിഹി ഫിദ്ദുനിയ. അവൻ ആർത്തിയാണ്. എന്താണ് അവൻ ആർത്തി? ദുനിയാവിൽ വെച്ചിട്ട് ഇതൊക്കെ തീർക്കണം. അതായത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഒഴിവാക്കണമെങ്കിൽ എന്തുണ്ട്? പരലോകത്ത് കിട്ടുന്ന പ്രതീക്ഷയുണ്ട്. കാഫിറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവൻ ഇവിടെ കിട്ടുള്ളൂ, അതുകൊണ്ട് എന്ത് ചെയ്യണം? അതൊക്കെ ഇവിടെ തന്നെ ഉപയോഗിച്ച് തീർക്കണം. അപ്പോൾ അതുകൊണ്ട് ആ വ്യത്യാസം. അപ്പോൾ ദുനിയാവിലെ ആസ്വാദനം പരലോകം ഒരുമിച്ച് കിട്ടൂല. അതുപോലെ ഹറാമിൻ്റെയും ഹലാലിൻ്റെയും ആസ്വാദനം ഒരിനത്തിൽ ഒരുമിച്ച് ലഭിക്കുകയില്ല. വമിൻഹ ഇൽമുഹു ബിഅന്ന അഅ്മാലഹു ഹിയ സാദുഹു വസീലതുഹു ഇലാ ദാരി ഇഖാമതിഹി. അതുപോലെ തന്നെ അവന് അറിവുണ്ടാവണം, അല്ലെങ്കിൽ ബോധമുണ്ടാകണം, അവൻ്റെ കർമ്മങ്ങളാണ് നാളെ പരലോകത്തേക്ക്, സ്ഥിരമായിട്ടുള്ള പരലോകത്തേക്ക് അവനെ എത്തിക്കാനുള്ള മാർഗവും വിഭവങ്ങളും. ഫൈൻ തസവ്വദ മിൻ മഅസിയത്തില്ലാഹി ഔസലഹു ദാലിക സാദ് ഇലാ ദാരിൽ ഉസാത്തി വൽ ജിനാത്ത്. അവൻ തെറ്റാണ്, പാപങ്ങളാണ് ചെയ്തത് എങ്കിൽ ആ കാരണങ്ങൾ കൊണ്ട്, ആ പാപങ്ങൾ കൊണ്ട് അവൻ എങ്ങനെ എത്തുള്ളൂ? പാപികളുടെ ഭവനത്തിലേക്ക് എത്തുള്ളൂ, നരകത്തിലേക്ക് എത്തുള്ളൂ. വൈൻ തസവ്വദ മിൻ തആഅതിഹി വസല ഇലാ ദാരി അഹ്ലി തആഅതിഹി വലായതിഹി. അവിടെ അനുസരണമാണ് അവൻ ചെയ്യുന്നത് എങ്കിൽ വലായത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ആളുകളുടെ ഭവനത്തിലേക്ക്, സ്വർഗത്തിലേക്ക് എത്തും. അഥവാ ചെയ്യുന്ന കർമ്മം അതുകൊണ്ട് ഞാൻ എവിടെ എത്തുക എന്നുള്ള ചിന്ത അവനുണ്ടാകണം. ഇതൊക്കെ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപകരിക്കുന്ന കാര്യങ്ങളാണ്, അഥവാ അനന്തരഫലമായിട്ടുള്ള ചിന്തകളാണ്. ومنها علمه بأن عمله هو وليه في قبره وأنيسه فيه وشفيعه عند ربه. അവന് അറിവ് ബോധം ഉണ്ടായിരിക്കണം. അവൻ്റെ കർമ്മങ്ങളാണ് അവൻ്റെ ഖബറിൽ അവന് കൂട്ടിനുണ്ടാവുക, അവന് കൂട്ടാളിയായിട്ടുണ്ടാവുക, അവന് ശുപാർശ ചെയ്യാൻ സഹായത്തിനായിട്ടുണ്ടാവുക, ശുപാർശകരായിട്ടുണ്ടാവുക. വൽ മുഖാസിം വൽ മുഹാജു അൻഹു. അവന് വേണ്ടി അള്ളാഹുവിനോട് തർക്കിക്കുന്ന, അല്ലെങ്കിൽ തെളിവ് സ്ഥാപിക്കുന്നതാണ്. ഇപ്പം നമ്മൾ പല കർമ്മങ്ങളും കേട്ടിട്ടുണ്ട്. ചില സൂറത്തുകൾക്ക് പ്രത്യേകതയുണ്ട്, ചില കർമ്മങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. അള്ളാഹുവിന് മുമ്പിൽ പറയും. ഇവൻ ഖുർആൻ പറയും, നമ്മൾ ഖുർആൻ എന്നെ പാരായണം ചെയ്യാൻ വേണ്ടി പിന്നെ രാത്രി ഉറക്കൊഴിച്ചിട്ടുണ്ട് റബ്ബെ, അവനെന്ത് ചെയ്യണം? നീ ശുപാർശ സ്വീകരിക്കണം. നോമ്പ് പറയും. അതുപോലെ തന്നെ ചില സൂറത്തുകൾ പറയും, സൂറത്തുൽ ബഖറ, സൂറത്തുൽ മുൽക്ക് ഒക്കെ പറയും. അപ്പോൾ അങ്ങനെ ഈ കർമ്മങ്ങളാണ് അവന് വേണ്ടി ഉണ്ടാവുക. ഫഇൻ ശാഅ ജഅലഹു ലഹു വഇൻ ശാഅ ജഅലഹു അലൈഹി. അപ്പോൾ അവൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കർമ്മങ്ങൾ അവന് ഉപകരിക്കുന്നതാക്കട്ടെ, അതല്ലെങ്കിൽ അവൻ എതിരാകുന്നതാക്കട്ടെ. അഥവാ പാപങ്ങളാണ് ചെയ്തെങ്കിൽ അവനെതിരായിരിക്കും, സൽക്കർമ്മങ്ങൾ അവന് ഉപകരിക്കുന്നതായിരിക്കും. ومنها علمه بأن أعمال البر
തൻഹദു ബിൽ അബ്ദി വതഖൂമു ബിഹി, അതുപോലെ തന്നെ കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ എന്നുള്ളത് അവനെ നിലനിർത്തുന്ന കാര്യങ്ങളാണ്. വതുസ്ഇലു ഇലല്ലാഹി ബിഹി, ആ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. ഫബിഹസബി ഖുവ്വതി തഅല്ലുഖിഹി ബിഹാ യകൂനു സഊദുഹു മഅ സഊദിഹാ, അവൻ്റെ എത്രത്തോളം ആ കർമ്മങ്ങൾ നന്നായിട്ടുണ്ടോ അതനുസരിച്ചിട്ട് അവനെയും കൊണ്ട് അത് ഉയരുക. അതായത് സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയരും. ആ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ ആ സൽക്കർമ്മങ്ങൾ ആരെയും കൊണ്ടുപോകും? അവനെയും കൊണ്ടുപോകും. സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ സൽക്കർമ്മങ്ങൾ അവനെയും കൊണ്ടുപോകും. വഅമാലുൽ ഫുജൂരി തഹ്വീ ബിഹി വതജ്ദീബുഹു ഇലൽ ഹാവിയ വതജുറുഹു ഇലാ അസ്ഫലിസ് സാഫിലീൻ, തെമ്മാടിത്തരങ്ങളും പാപങ്ങളും എന്താ ചെയ്യുക? ഒരുവനെ വലിച്ചിട്ടിട്ട് താഴ്ത്ത് കൊണ്ടുപോയി ഹാവിയ, നരകത്തിലേക്ക് കൊണ്ടുപോയി ഇടുക ചെയ്യാം, ഏറ്റവും അടിത്തട്ടിലേക്ക്. وبحسب قوة تعلقه بها يكون هبوطه معها ونزوله إلى حيث يستقر به, അവൻ്റെ എത്രത്തോളം ആ പാപങ്ങളായിട്ട് അവന് ബന്ധമുണ്ടോ അതിനനുസരിച്ചിട്ട് അവനും പോകും. അതായത് സൽക്കർമ്മങ്ങൾ അവനായിട്ടുള്ള ബന്ധം അനുസരിച്ച് സൽക്കർമ്മങ്ങൾ ഉയരുമ്പോൾ അവനെയും കൊണ്ട് ഉയരും. പാപങ്ങൾ നിന്ദ്യമായതുകൊണ്ട് പാപങ്ങളായിട്ട് എത്ര ബന്ധമുണ്ടോ ആ പാപങ്ങളിലൂടെ അവനും താഴേക്ക് പോകും. എന്നിട്ട് അതിന് രണ്ട് ദലീലായിട്ട് രണ്ട് ആയത്ത് കൊടുക്കുന്നുണ്ട്. സൂറത്ത് ഫാത്തിറിലെ 10-ാമത്തെ ആയത്ത് ഖാല അല്ലാഹു തആല ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബു വൽ അമലുസ് സ്വാലിഹു യർഫഉഹു, അല്ലാഹുവിലേക്ക് കലിമുത് ത്വയ്യിബും അമലുസ് സ്വാലിഹും ഉയർത്തപ്പെടുന്നു. വഖാല തആല ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറു അൻഹാ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാഇ, പിന്നെ പാപങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അള്ളാഹുവിനെ കളവാക്കുന്ന അഹങ്കാരം കാണിക്കുന്ന ആളുകൾ അവർക്ക് ആകാശത്തിലെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. ഒന്നാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? അള്ളാഹുവിലേക്ക് അമലുസ്സാലികൾ ഉയർത്തപ്പെടും. രണ്ടാമത്തെ ആയത്തിൽ ആളുകൾക്ക് കവാടം തുറക്കപ്പെടില്ല. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം വിശദീകരിക്കുകയാണ്, ഫലമ്മ ലം തുഫ്തഹ് അബ്വാബുസ് സമാഇ ലിഅഅമാലിഹിം, ഈ കാഫിരീങ്ങളുടെ കർമ്മങ്ങൾക്ക്, തെമ്മാടികളുടെ കർമ്മങ്ങൾക്ക് ആകാശത്ത് കവാടങ്ങൾ തുറക്കപ്പെടുന്നില്ല എങ്കിൽ, ബലൂഗ്ലിഖത് അൻഹ, അത് അടക്കപ്പെട്ടതാണ് എങ്കിൽ, ലം തുഫ്തഹ് ലി അർവാഹിഹിം ഇൻദൽ മുഫാറഖതി ബൽ ഉഗ്ലിഖത് അൻഹ, ഇവർ മരണപ്പെട്ടു പോകുമ്പോഴും ഇവരുടെ റൂഹിന് വേണ്ടിയിട്ടും കവാടം തുറക്കൂല. അതായത് ആകാശത്തേക്ക് ഉയരാത്ത കർമ്മമാണ് എങ്കിൽ ആ കർമ്മങ്ങൾ ചെയ്ത ആളുകളുടെ റൂഹും അങ്ങോട്ട് കയറിപ്പോകൂല, അഥവാ ആ വാതിൽ അടക്കപ്പെടും. വഹ്ലുൽ ഈമാനി വൽ അമലിസ് സ്വാലിഹ് ലമ്മാ കാനത്ത് അബ്വാബുസ് സമാഇ മഫ്തൂഹത്തൻ ലിഅഅമാലിഹാ ഹത്താ വസലത് ഇലല്ലാഹി സുബ്ഹാനഹു, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഈമാനുള്ള ആളുകൾ അവരുടെ സൽക്കർമ്മങ്ങൾ ആകാശത്തിലേക്ക് പോകുമ്പോൾ ആകാശം തുറക്കപ്പെടുന്നുണ്ട് എങ്കിൽ, ഫുതിഹത് ലി അർവാഹിഹിം ഹത്താ വസലത് ഇലൈഹി തആല, അവരുടെ റൂഹുകൾ പോകുമ്പോഴും ആ കവാടങ്ങൾ തുറക്കപ്പെടും. വഖാമത് ബൈന യദൈഹി ഫറഹിമഹാ വഅമറ ബികിതാബതി ഇസ്മിഹാ ഫി ഇല്ലിയീൻ, അല്ലാഹു തആല അവന്റെ നാമം ഇല്ലിയിൽ രേഖപ്പെടുത്താനും പറയും. ഇത് വലിയൊരു ഹദീസിന്റെ ആശയാണ് ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ മരണപ്പെട്ട ആളുകളുടെ റൂഹ് പോകുന്ന ആ ഹദീസിന്റെ ആശയം മൊത്തത്തിൽ മുഖയും ചുരുക്കി പറഞ്ഞതാണ്. ആ ഹദീസാണിത്. ആ ഹദീസാണ് ഈ ഒരു വാചകത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് വളരെ ചുരുക്കിക്കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. ആ ഹദീസ് കേട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ومنها خروجه من حصن الله الذي لا ضيعة على من دخله فيخرج بمعصيته منه, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോട്ടയിൽ നിന്ന്, സംരക്ഷണ കോട്ടയിൽ നിന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു ദോഷവും വരാത്ത കോട്ടയിൽ നിന്ന് പാപം കൊണ്ട് അവൻ പുറത്തു പോയിരിക്കുകയാണ്. അതായത് ദിക്ർ, അള്ളാഹുവിനുള്ള അനുസരണം, ഖുർആൻ പാരായണം, ഇത് നമ്മളറിയാതൊരു സംരക്ഷണം നമ്മുടെ ചുറ്റും ഉണ്ടാക്കുന്നുണ്ട്. നമ്മളറിയാതൊരു സംരക്ഷണം നമ്മുടെ ചുറ്റും ഉണ്ടാക്കുന്നുണ്ട്. അത് ശത്രുവിന് നമ്മിലേക്ക് കടക്കാൻ പറ്റാത്തതാണ്. ആ പാപം ചെയ്യുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സംരക്ഷണത്തിനെ തകർക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അതിന് പുറത്തു ചാടുകയാണ്. മിൻഹു ഇലാ ഹൈസ് യസീറു നിഹ്ബൻ ലുസൂസി വ ഖുത്താഇ തരീഖ്, അങ്ങനെ അവൻ എന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളന്മാർക്കും വഴിക്കൊള്ളക്കാർക്കും എടുക്കാനുള്ളൊരു കാര്യമായിട്ട് അവൻ മാറിത്തീരും. ഫമാ ബന്നു ബിമൻ ഖറജ മിൻ ഹിസ്നിൻ ഹസീനിൻ ലാ തുദ്രികു ഫീഹി ആഫത്തിൻ ഇലാ ഖിർബത്തിൻ മൂഹിഷ ഹിയ മഅ്വൽ ലുസൂസി വ ഖുത്താഇ തരീഖ്. നിങ്ങൾ എന്താ ഒരാളെ പറ്റി വിചാരിക്കുന്നത്? പറയാണ്, എന്താ ഒരാളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയും. അവൻ ഒരു കോട്ടയിൽ നിന്ന് പുറത്തു പോവുകയാണ്. അവന് സംരക്ഷണമായ കോട്ടയിൽ നിന്ന് പുറത്തു പോയിട്ട് വേറൊരു രക്ഷയില്ലാത്തൊരു സ്ഥലത്ത് പോവുകയാണ്. അവിടെയാണെങ്കിൽ കള്ളന്മാരും കൊള്ളക്കാരും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരാൾ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? അതായത് കള്ളന്മാരും കൊള്ളക്കാരുടെ ഒരു അവസ്ഥയിൽ ഒരു സംരക്ഷണം ഇല്ലാത്ത സ്ഥലത്ത് പോയാൽ എന്താണ്ടാവും? ഫഹൽ യത്റുകൂന മഅഹു ശൈഅൻ മിൻ മതാഇഹി, അവൻ്റെ വിഭവങ്ങളിൽ നിന്ന് എന്തെങ്കിലും ആ കൊള്ളക്കാർ ബാക്കി വെക്കുമോ? അതായത് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. പാപം ചെയ്ത് നമ്മൾ അതിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും പിശാചിനെ എടുക്കാനുള്ള വകുപ്പിലായി തീരും. പിന്നെ പിശാച് എടുത്തെടുത്ത് എന്തുണ്ടാവില്ല, നമ്മളെ ഒന്നും ബാക്കിയില്ലാത്ത അവസ്ഥയിൽ നമ്മളെ എടുത്തുകൊണ്ട് പോകും. അഥവാ നമ്മുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമാക്കുന്ന പണിയെടുക്കും.
ومنها أنه بالمعصية قد تعرض لمحق بركته. എന്തുണ്ടാകും? പാപങ്ങൾ കാരണത്താൽ ബറക്കത്ത് നഷ്ടപ്പെടും. ബറക്കത്ത് വലിയൊരു വിഷയമാണ് സഹോദരങ്ങൾ. അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നൊരു കാര്യമാണ്. ഒരു സബബും ഇതിനില്ല. ബറക്കത്തിന് യാതൊരു സബബിനെയും കൊണ്ട് നമുക്ക് അളക്കാൻ പറ്റില്ല. ബറക്കത്ത് അത്ര വലുതാണ്. 1000 രൂപക്കും 1 ലക്ഷത്തിനും ഒരേപോലെ ഉപകാരം ഉണ്ടാവണം ആലോചിച്ച് നോക്കി. അതാണ് ബറക്കത്ത്. നമുക്ക് അളക്കാൻ പറ്റൂല. ഭൗതികമായ കാര്യകാരണങ്ങൾ കൊണ്ട് നമുക്ക് അതിനൊക്കെ മനസ്സിലാക്കാൻ പറ്റൂല. 1 മണിക്കൂറിനും 10 മണിക്കൂറിനും ഒരേ ഉപകാരം ആലോചിച്ച് നോക്കി. ഒരാൾ 10 മണിക്കൂർ കൊണ്ട് പഠിക്കുന്ന ഒരു കാര്യം ഒരാൾക്ക് 1 മണിക്കൂറിൽ പഠിക്കാൻ പറ്റുക. 10 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുക. അതാണ് ബറക്കത്ത് പറഞ്ഞത്. അത് നമുക്ക് ദുനിയാവിൻ്റെ അളവുകോൽ കൊണ്ട് അളക്കാൻ പറ്റിയൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ ബറക്കത്ത് നഷ്ടപ്പെടും പാപം ചെയ്തു കഴിഞ്ഞാൽ. വബിൽ ജുംല, എന്നിട്ട് ഇത്രയും പറഞ്ഞിട്ട് ഇബ്നുൽ ഖയ്യിം ഈ ഒരു ആശയത്തെ മുഴുവനാക്കി ചുരുക്കി പറയുകയാണ്. ഫആസാറുൽ മഅസിയത്തിൽ ഖബീഹ അക്സറു മിൻ അൻ യുഹീത ബിഹൽ അബ്ദു ഇൽമ. ഒരു അടിമക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാണ് പാപങ്ങളുടെ അനന്തര ദോഷഫലങ്ങൾ. വാസാറു താഅത്തിൽ ഹസന അക്സറു മിൻ അൻ യുഹീത ബിഹാ ഇൽമ. ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുന്ന, ഒരു അടിമക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാണ് നന്മയുടെ ഗുണങ്ങളും. പാപങ്ങളുടെ ദോഷങ്ങളും നന്മയുടെ ഗുണങ്ങളും. ഫഖൈറുദ്ദുനിയ വല്ലാഖിറ ബിഹദാഫീരിഹി ഫീ തഅത്തില്ലാ. ദുനിയാവിൻ്റെയും പരലോകത്തിൻ്റെയും എല്ലാ സുഖസൗകര്യങ്ങളും കൊണ്ടുള്ള എല്ലാ ഖൈറുകളും അള്ളാഹുവിനുള്ള അനുസരണത്തിലാണ്. വശറുദ്ദുനിയ വല്ലാഖിറ ബിഹദാഫീരിഹ ഫീ മഅസിയ. ദുനിയാവിലെയും പരലോകത്തെയും മൊത്തത്തിലുള്ള ഷർറ് അത് അള്ളാഹുവിനുള്ള അനുസരണക്കേടിലാണ്. വഫി ബഅലിൽ ആസാർ, ചില അസറുകളിൽ യഖൂലുല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹു തആല പറഞ്ഞതായിട്ട് ചില അസറുകൾ വന്നിട്ടുണ്ട്. അസറുകൾ എന്ന് കൊടുത്താൽ ഇസ്രായേലിയത്തോ മറ്റോ ആയിരിക്കും. തള്ളുകയും ഒഴിവാക്കുകയും ചെയ്യാറില്ല. നമ്മുടെ ദീനിൻ്റെ, നമ്മുടെ ശറഇന്റെ എതിരല്ലാത്തടത്തോളം കാലം അതിൻ്റെ ആശയത്തെ പറയുന്നു എന്ന് മാത്രം. മൻദല്ലദി അതാഅനി ഫശഖിയ ബിതാഅതി. ആരാണ് എന്നെ അനുസരിച്ച് ആ അനുസരണത്തിൻ്റെ പേരിൽ ദൗർഭാഗ്യവാനാവാനുള്ളത്? വമൻദല്ലദി അസാനി ഫസഅദ ബിഅസിയതി. ആരാണ് എന്നെ ധിക്കരിച്ചുകൊണ്ട് ആ ധിക്കാരം കൊണ്ട് രക്ഷപ്പെടാനുള്ളത്? അഥവാ നല്ല ചെയ്താൽ നല്ല കിട്ടും, തെറ്റ് ചെയ്താൽ തെറ്റേ കിട്ടുകയുള്ളൂ എന്നുള്ളത്. ഇത് സഹോദരങ്ങളെ വളരെയധികം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ദാഉദ് ദവായിൽ ഇതിനേക്കാൾ കാര്യങ്ങൾ പാപങ്ങളുടെ അനന്തരഫലങ്ങളായിട്ട് എണ്ണി പറഞ്ഞിട്ട് വിശദമായി അതിനെ ചർച്ച ചെയ്തിട്ടുണ്ട്. അസബബു സാമിൻ, 8ാമത്തേത്, 10 കാര്യങ്ങളാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത്. 8ാമത്തേത് ഖിസറുൽ അമൽ. അതായത് പാപങ്ങളിലേക്കുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വന്തത്തെ നിയന്ത്രിക്കാൻ നമ്മൾ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ 8ാമത്തേത് ഖിസറുൽ അമൽ. ദുനിയാവിലുള്ള പ്രതീക്ഷ കുറക്കുക. അമൽ എന്ന് പറഞ്ഞാൽ ഇനി കുറേ കാലമുണ്ട്, എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്, ആ ഒരു ചിന്ത ഉണ്ടല്ലോ, എന്നാണ് അമൽ എന്ന് പറയാം, അത് കുറക്കുക. വഇൽമുഹു ബിസുർഅത്തി ഇന്തിഖാലിഹി. ഒരു ബോധം ഉണ്ടാവുക, ഞാൻ ഇവിടെ പെട്ടെന്ന് പോകാനുള്ളതാണ്, ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് പോകാനുള്ളതാണുള്ള ബോധം ഉണ്ടാവുക. وأنه كمسافر دخل قرية وهو مزمع على الخروج منها. അവൻ ഒരു ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആള്, അയാളൊരു യാത്രക്കാരൻ, അവനൊരു നാട്ടിൽ പോയി, അവനാണെങ്കിലോ വേഗം ഇവിടുന്ന് പോയാൽ മതി എന്നുള്ള നിലക്ക് തിരക്കിലാണ്. ആ നിലക്കുള്ള യാത്രക്കാരനെ പോലെയാണ്. ഔ കറാകിബിൻ ഖാല ഫീ ളിൽ ഷജറത്തിൻ ثم سار وتركها. അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ അവൻ കൈലൂലത്ത് ഉറങ്ങാണ്. ഒരു വൃക്ഷത്തിന്റെ കീഴിൽ പകലിലെ ഒരു ഷോർട്ടായിട്ടൊരു കൈലൂലിയത്ത് ഉറങ്ങാണ്. ആ ഉറങ്ങുന്ന എന്നിട്ട് കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതിനെ പോലെ. فهو لعلمه بقلة مقامه وسرعة انتقاله حريص على ترك ما يثقل حمله. അവനറിയാം എനിക്കിത് യാത്രയാണ്, എനിക്ക് വേഗം പോകണം. അതുകൊണ്ട് തന്നെ അവന് ഭാരമാവുന്ന കാര്യങ്ങളൊന്നും ഏറ്റാൻ നിൽക്കാതെ വേഗം അവിടുന്ന് ഒഴിവാക്കിയിട്ട് പോകാൻ നോക്കുകയാണ്. വയബുറുഹു അലാ യൻഫഉഹു. അവന് ദോഷവും അവന് ഉപകാരവും അതൊന്നും അവൻ നോക്കാതെ വേഗം ഇവിടുന്ന് സ്ഥലം വിടണം. അതുകൊണ്ട് പിന്നെ അവന് ദോഷമുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഉപകാരമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പോകാൻ. ഹരീസുൻ അലൽ ഇന്തിഖാൽ ബിഖൈരി മാ ബിഹദറതിഹി. അവന് അപ്പം ഉണ്ടാവണ നന്മയല്ലാതെ വേറൊന്നിനും ചിന്തയില്ല, വേഗം ഇവിടുന്ന് പോകണം എന്നുള്ള ചിന്തയുള്ളൂ. ഫലൈസ ലിൽ അബ്ദി അൻഫഉ മിൻ ഖിസറിൽ അമൽ. ഇതുപോലെ ദുനിയാവിൽ കുറഞ്ഞ പ്രതീക്ഷയേക്കാൾ ഒരു അടിമക്ക് ഉപകാരപ്പെടുന്ന വേറൊരു കാര്യമില്ല. വലാ അബറ മിന തസ്വീഫ് യതൂലിൽ അമൽ. അതുപോലെ തന്നെ തസ്വീഫിനേക്കാൾ, തസ്വീഫ് എന്ന് പറഞ്ഞാൽ പ്രൊക്രാസ്റ്റിനേഷൻ, നാളെ ചെയ്യാം നാളെ ചെയ്യാം നാളെ ചെയ്യാം, വൈകിപ്പിക്കുക. പിശാദിൻ്റെ സൈന്യം എന്നാ പറയാമല്ലോ മക്കളതിനെ. ഒരു കാര്യം നാളെ തൗബ നാളെ ചെയ്യാം, ഒന്ന് ഈ ഒരു സൽക്കർമ്മം അത് നാളെ ചെയ്യാം, അങ്ങനെ നീട്ടി വെക്കൂലേ, വൈകിപ്പിക്കുക നീട്ടി വെക്കുക എന്ന് പറയാം തസ്വീഫ് പറയാം. തൂലുൽ അമൽ പറഞ്ഞാൽ ദുനിയാവിൽ വലിയ പ്രതീക്ഷ കൊടുക്കുക. ഹസൻ ബസരി റഹിമഹുല്ല അദ്ദേഹം 3 ആളുടെ ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 ആളുകൾ ഒരുമിച്ച് കൂടി, എന്നിട്ട് അവർ വിഷയം ഈ അമലിനെ സംബന്ധിച്ച, ദുനിയാവിലുള്ള പ്രതീക്ഷയെ സംബന്ധിച്ച് അവർ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒരാൾ പറഞ്ഞു, ഏതൊരു മാസം തുടങ്ങിയാലും ഞാൻ ആ മാസത്തിൽ
ആ മാസത്തിൻ്റെ അവസാനമായിരിക്കും എന്നുള്ള രീതിയിലാണ് ആ മാസം ഞാൻ ആരംഭിക്കുക എന്ന് പറഞ്ഞു. അയാളുടെ കുറഞ്ഞ പ്രതീക്ഷ പറയാം. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, ഞാൻ ഏതൊരു ദിവസം ആരംഭിച്ചാലും ഈ ദിവസത്തിൻ്റെ അവസാനത്തെ ദിവസമായിട്ടാണ് തുടങ്ങാറ് എന്ന് പറഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ ആൾ കേട്ടിട്ട് പറഞ്ഞു, സ്വന്തം കാര്യം അവനവൻ്റെ കയ്യിലല്ലാത്ത ഞാൻ എന്ത് പ്രതീക്ഷ വെക്കാനാണ്? അതായത് അവനവൻ്റെ കാര്യം എൻ്റെ കയ്യിലല്ലാത്ത ഞാൻ എന്ത് പ്രതീക്ഷ വെക്കാനാണ് എന്ന്. അതേപോലെ മനുഷ്യൻ്റെ അവസ്ഥ, അതാണ് മനുഷ്യൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഖിസറുൽ അമൽ എന്നുള്ളത് ഇത് തീരാനുള്ളതാണ്, ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് പോകും എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ എത്ര ആഗ്രഹം തോന്നുന്ന പാപമാണെങ്കിലും നമുക്കൊന്ന് പിടിച്ചേക്കാൻ പറ്റും. ഇതിപ്പോൾ കഴിഞ്ഞു പോകുന്നുള്ള ബോധം വന്നു കഴിഞ്ഞാൽ എത്ര നമ്മെ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്ന, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന പാപമാണെങ്കിലും നമുക്കത് ഒഴിവാക്കാൻ പറ്റും. ഒരു നിമിഷത്തെ ഒരു ദൃഢനിശ്ചയം മതി നമ്മൾ കാലങ്ങളായി അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാപത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ. ഒരു നിമിഷത്തെ ദൃഢനിശ്ചയം മതി. അതില്ലാത്തതാണ് നമുക്ക് സംഭവിക്കുന്ന അപകടം. അസബുത്താസ്യ. ഒൻപതാമത്തേത് മുജാനബത്തുൽ ഫുദൂലി ഫീ മത്അമിഹി വമശ്റബിഹി വമൽബസിഹി വമനാമിഹി വജ്തിബാഇഹി ബിന്നാസ്. ഫുദൂലുകൾ ഒഴിവാക്കുക. ഫുദൂലുകൾ എന്ന് പറഞ്ഞാൽ അനുവദനീയമായ കാര്യങ്ങളിൽ തന്നെ അത് കൂടുതൽ ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാന ഹുക്കം എന്തായിരിക്കും? മുബാഹായിരിക്കും, അനുവദനീയമായിരിക്കും. അത് അധികമാകാതിരിക്കുക. ഏതുപോലെ? ഭക്ഷണം പരിധി വിട്ടിട്ട് കൂടുക എന്നുള്ളത്. മഷ്റബ്, പാനീയങ്ങൾ, അത് പരിധി വിട്ടിട്ട് പാനീയങ്ങൾ കുടിക്കുക എന്നുള്ളത്. മൽബസ്, വസ്ത്രങ്ങൾ, അത് ആവശ്യത്തിനപ്പുറത്തേക്ക് പരിധി വിട്ട് കൂടുക എന്നുള്ളത്. വമനാം, ഉറക്കം, ഒരു മനുഷ്യൻ്റെ അവൻ്റെ ആവശ്യം എന്താണോ ആ ഉറക്കത്തിൻ്റെ അവസ്ഥ കൂടുക. വജ്തിമാഇഹി ബിന്നാസ്, ആളുകളുമായിട്ട് കൂടിയിരുന്ന് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരവസ്ഥ. ഇതൊക്കെ ഇതിൻ്റെ അസ്ലി വെച്ചാൽ എന്താ? അനുവദനീയമാണ്. ചില സമയത്ത് നിർബന്ധവും ഭക്ഷണവും ഉറക്കവും ഇതൊക്കെ. പക്ഷേ ഈ കാര്യങ്ങൾ എന്താ പറയുക? പരിധി വിടരുത്. പരിധി വിട്ടോ അടുത്ത പാപത്തിലേക്കുള്ള പോക്കായിരിക്കും. ഇബ്നുൽ പറയാണ് ഫൈന ഖുവ്വത ദാഇ ഇലൽ മആസി. ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പല ആളുകളും അവർക്ക് അടിമപ്പെട്ടു പോകുന്ന പാപങ്ങൾ എന്താണ് എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തത്, പ്രത്യേകിച്ചും യുവാക്കളിലും അതുപോലെ തന്നെ ഏറ്റവും നല്ല ഖുവ്വത്തുണ്ടാകുന്ന സമയത്തും അവരുണ്ടാകുന്നതാണ്, എനിക്ക് പാപങ്ങൾ ഒഴിവാക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല. എന്നാൽ അതിൻ്റെ കാരണം ഇതിന് പിന്നിലുണ്ട്. അതാ പറയുന്നത്. ഇബ്നുൽ പറയാണ് ഫൈന ഖുവ്വത ദാഇ ഇലൽ മആസി. പാപത്തിലേക്കുള്ള പ്രേരണയുടെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നമാ തൻശഉ മിൻ ഹാദിഹിൽ ഫളാത്ത്, അതുണ്ടാകുന്നത് ഈ ഫുദൂലുകളിൽ നിന്നാണ്. അതായത് പാപങ്ങളിലേക്കുള്ള പ്രേരക ശക്തി കൂടുന്നത് യഥാർത്ഥത്തിൽ അനുവദനീയമായ കാര്യങ്ങളിൽ പരിധി വിട്ട് കൂടുമ്പോഴാണ് പാപങ്ങളിലേക്കുള്ള പ്രേരണ ശക്തി കൂടുന്നത്. അതാണ് അതിൻ്റെ കാരണം. അനുവദനീയമായ കാര്യങ്ങൾ അതിൻ്റെ ഒരു പരിധിയിൽ നിർത്താതെ പരിധി വിട്ട് കഴിഞ്ഞാൽ അത് പാപത്തിലേക്കുള്ള പ്രേരണയാണ്. കാരണം അനുവദനീയമായ കാര്യങ്ങൾ തന്നെ അതൊന്നു കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് അതിൻ്റെ ഒരു കംപ്ലീഷൻ, ഒരു പരിപൂർണത വേണം, ഒന്ന് മാറി തീർക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുക. അനുവദനീയമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താണ്? ഹറാമുള്ളത്. അതായത് അനുവദനീയ കാര്യങ്ങൾ തീർന്നു വിചാരിക്കുക. അനുവദനീയമായ കാര്യങ്ങൾ ഒരാൾ ഫുള്ള് ചെയ്തു കഴിഞ്ഞു വിചാരിക്കുക, പിന്നെ അയാൾക്ക് എന്താ ഉള്ളത്? ഹറാമുള്ളത്. അതിലേക്കുള്ള ക്ഷണം കൂടിക്കൊണ്ടിരിക്കും. എന്നിട്ട് പറയാണ് ഒരടിമക്ക്, അതായത് ഇതുവരെ പറഞ്ഞ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവദനീയമായ കാര്യങ്ങൾ യഥേഷ്ടം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് അത് ഹറാമിലേക്കുള്ള പ്രേരണയായിരിക്കും. അപ്പോൾ അനുവദനീയമായ കാര്യങ്ങൾ നമ്മൾ കുറച്ച് പിടിച്ചു വെച്ച് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം വരുമ്പോൾ അതിൻ്റെ ഒരു പരിധിയിലേ പോവുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല. അതിൻ്റെ ഒരു പരിധിക്കേ പോവുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല. എന്നാൽ അനുവദനീയ കാര്യങ്ങളൊക്കെ നമ്മൾ തീർന്നു കഴിഞ്ഞാലോ മനുഷ്യന് മതിയാവില്ല, പിന്നെയും വേണം. പിന്നെ അടുത്ത ഓപ്ഷൻ എന്തുണ്ടാവുള്ളൂ? ഹറാമേ ഉണ്ടാവുള്ളൂ. അതാണ് അതിൻ്റെ വശം പറയുന്നത്. എന്നിട്ട് പറയാണ് ഒരടിമക്ക് ദോഷം വരുത്തുന്ന ഏറ്റവും വലിയ കാര്യം പ്രത്യേകിച്ചൊരു പണിയില്ലാതെ ഇങ്ങനെ ഇരിക്കുക, വെറുതെ ഇരിക്കുക, ഒന്നിലും മുഴുകാതെ വെറുതെ അങ്ങോട്ട് ഇരിക്കുക. അതാണ് ഏറ്റവും ദോഷമുള്ളൊരു കാര്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വെറുതെ ഇരുന്നാലും നമ്മുടെ മനസ്സ് എന്തിരിക്കൂല? വെറുതെ ഇരിക്കൂല. ബൽ ഇൻ ലം യശ്ഗൽഹാ ബിമാ യൻഫഉഹാ, ആ നഫ്സിന് ഉപകരിക്കുന്ന കാര്യത്തിൽ നമ്മൾ അതിനെ മുഴുകിപ്പിച്ചില്ല എങ്കിൽ ശഗലത്ഹു ബിമാ യദുറുഹു വലാ ബുദ്, ആ നഫ്സ് എന്താ ചെയ്യുക? അവന് ദോഷമുള്ള കാര്യത്തിൽ അതിന് മുഴുകും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു സമയത്തിൽ നന്മയായിട്ട് നഫ്സിന് നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോയിട്ടില്ല എങ്കിൽ നഫ്സ് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യും? അതിന് തോന്നിയ പോലെ
കൊണ്ടുപോകും. വെറുതെ ഇരിക്കുക പറഞ്ഞൊരവസ്ഥ ശരീരത്തിനുണ്ടായാലും മനസ്സിന് ഉണ്ടാവില്ല. മനസ്സ് എന്തെങ്കിലും ഒരു പണി എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് നല്ല പണിക്ക് നമ്മൾ എടുത്തിട്ടില്ല എങ്കിൽ അത് നമ്മളെ കൊണ്ട് അടുത്ത തെറ്റിലേക്ക് നമ്മെ കൊണ്ടുപോയി എത്തിക്കും. അതിനുള്ള ഇന്ധനമാണ് എന്ത്, നേരത്തെ പറഞ്ഞ അനുവദനീയമായ കാര്യങ്ങളിൽ കൂടുതൽ ഉണ്ടാവുക എന്നുള്ളത്. അത് കുറച്ച് നോക്കി അനുവദനീയമായ കാര്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളൊന്ന് കുറച്ച് നോക്കി നമുക്ക് പിന്നെ ആഗ്രഹം തോന്നുമ്പോൾ അത് കൂടുക എന്നല്ലാതെ തെറ്റിലേക്കുള്ള പ്രേരണ കുറയുന്നത് സംശയമില്ലാതെ നമുക്ക് ജീവിതത്തിൽ ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഇത് എഴുതിയിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് അനുഭവമുള്ള കാര്യമാണിത്. എഴുതിയത് കൊണ്ട് നമുക്ക് അത്ര ചിന്ത ഇല്ലാത്തതുകൊണ്ട് ചിന്തിക്കാൻ ഇത് ഉപകരിക്കുന്നു എന്ന് മാത്രം. അസബബുൽ ആഷിർ, അവസാനത്തെ കാര്യം ഇബ്നുൽ ഖയ്യിം പറയുന്നു, വഹുവൽ ജാമിഉ ലിഹാദിൽ അസ്ബാബി കുല്ലിഹാ, ഈ പറഞ്ഞ എല്ലാ കാരണങ്ങളെയും സംക്ഷിപ്തമായി കൊണ്ടുള്ളതാണ് അവസാനത്തെ കാരണം. സബാതു ഷജറത്തിൽ ഈമാൻ ഫിൽ ഖൽബ്, ഖൽബിൽ ഈമാനിന്റെ വൃക്ഷത്തെ സ്ഥാപിക്കുക. ഫസബ്റുൽ അബ്ദി അനിൽ മആസി ഇന്നമാ ഹുവ ബിഹസബി ഖുവ്വതി ഈമാനിഹി, ഒരടിമക്ക് പാപത്തിൽ സ്വന്തത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് അവന്റെ ഈമാനിന്റെ ശക്തിയുടെ അളവനുസരിച്ചിട്ടാണ്. ഫകുല്ലമാ കാന ഈമാനുഹു അഖ്വാ കാന സബ്റുഹു അതം, എത്രത്തോളം അവന്റെ ഈമാൻ ശക്തപ്പെടുന്നുവോ അവന്റെ ക്ഷമ പരിപൂർണമായിരിക്കും. വൈദാ വഅഫൽ ഈമാൻ ലഅഫ സബ്ർ, ഈമാൻ ദുർബലമായാൽ സബ്റും ദുർബലമാകും. فإن من باشر قلبه الإيمان بقيام الله عليه ورؤيته له وتحريمه لما حرم عليه وبغضه له ومقته لفاعله, എപ്പോഴെല്ലാം ഒരാളുടെ കൽബിൽ ഈമാൻ ചേരുന്നുവോ, ഈമാൻ കൽബിലേക്ക് ചേരുന്നുവോ, അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ മേലെയുള്ള അധികാരം, അള്ളാഹുവിന്റെ നോട്ടം, അള്ളാഹുവിന്റെ ഹറാമാക്കിയത് എന്തൊക്കെയാണ്, അള്ളാഹുവിന്റെ കോപം, ഈ കാര്യങ്ങളൊക്കെ അവന് ബോധ്യം ഉണ്ടാകും. വബാശറ ഖൽബഹു അൽ ഈമാൻ ബിസ്സവാബി വൽ ഇഖാബി വൽ ജന്നതി വന്നാർ, അവന്റെ കൽബിൽ ആ ഈമാൻ കൊണ്ട് സ്വർഗവും നരകവും പ്രതിഫലവും ശിക്ഷയും എല്ലാം ബോധമുണ്ടാകും. ഇംതനഅ മിൻ അൻ ലാ യഅമല ബിമൂജിബി ഹാദിഹിൽ ഇൽം, ഈ ഇൽമ് നിർബന്ധമാക്കുന്നത് കൊണ്ട് ആ ഹറാമെന്ന് അവനെ തടയും. അതായത് ചുരുക്കം പറഞ്ഞാൽ ഈമാൻ ഉണ്ടെങ്കിലേ, ഈമാനികമായ ശക്തി ഉണ്ടെങ്കിലേ പാപത്തിൽ നിന്ന് സ്വന്തത്തെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. വമൻ ദന്ന അന്നഹു യഖ്വാ അലാ തർക്കിൽ മുഖാലിഫാത്തി വൽ മആസി ബിദൂനൽ ഈമാൻ റാസിഖ് സാബിത് ഫഖദ് ഗലത, നീ ഒരാൾ വിചാരിക്കുകയാണ് ഈ ഈമാൻ ശക്തിപ്പെടാതെ അവന് ഈ പാപങ്ങൾ ഒഴിവാക്കാനുള്ള ശക്തി കൂടുന്ന ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ അവന് തെറ്റ് പറ്റിയിട്ടുണ്ട്. അതായത് പാപങ്ങൾ ഒഴിവാക്കാൻ വേറെ എന്തൊക്കെ വഴികൾ ഇപ്പോൾ കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. സൈക്കോളജിക്കലി ഉള്ള കുറേ വഴികൾ പറഞ്ഞിട്ട് ഇന്നത് ചെയ്താൽ ഇന്ന കാര്യങ്ങൾ ഒഴിവാക്കാം, നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഒരിക്കലും ഈമാൻ ശക്തിപ്പെടാതെ അവൻ എന്ത് ചെയ്യാൻ പറ്റൂല, ഈ പാപത്തിൽ സബർ കണ്ടെത്താൻ സാധിക്കുകയില്ല. فإذا قوي سراج الإيمان في القلب وأضاءت جهاته كلها به, ആരെയാണോ കൽബിൽ ഈമാനിന്റെ വിളക്ക് അത് ശക്തിപ്പെടുകയും അത് പ്രകാശിക്കുകയും ചെയ്യുന്നത്, വഅശ്റഖ നൂറുഹു ഫി അർജാഇഹി സറാ ദാലിക നൂർ ഇലൽ അഅദാഇ വൻബഅസ ഇലൈഹ, ആ പ്രകാശം മൊത്തത്തിൽ ശരീരത്തിലേക്ക് പടർന്ന് പന്തലിച്ച് എല്ലാ അവയവങ്ങളിലും ഉറച്ചു നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. ഫസ്റഅത്തിൽ ഇജാബത്തിൽ ഇദാഇൽ ഈമാൻ, ഈമാനിന്റെ വിളികൾക്ക് അവൻ ഉത്തരം ചെയ്യും, അഥവാ ദീനിയായിട്ടുള്ള ക്ഷണങ്ങളിലേക്ക്. വൻഖാദത് ലഹു താഇയത്തുൻ മുദല്ലലത്തുൻ ഗൈറ മുതസാഖിലത്തുൻ വലാ കാരിഹ, അവൻ അള്ളാഹുവിന് ഏറ്റവും നല്ല രീതിയിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ, അഥവാ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര ആസ്വാദനത്തോടെ ഇവിടെ ആയിരിക്കും, എന്തെങ്കിലും ഞെരുക്കത്തോടെ ബുദ്ധിമുട്ടിയോടെ ഒന്നും ആവില്ല, അവൻ ആസ്വദിച്ച് അവൻ അനുസരിക്കും. ബൽ തഫറഹു ബിദഅവതിഹി ഹീന യദ്ഉഹാ കമാ യഫറഹു റജുലു ബിദഅവതി ഹബീബിഹിൽ മുഹ്സിനി ഇലൈഹി ഇലാ മഹല്ലി കറാമതിഹി, അവൻ ഏതുപോലെ ഒരു സൽക്കർമ്മമുണ്ട്, ഒരു നിസ്കാരം അല്ലെങ്കിൽ ഇബാദത്ത് മറ്റേയിലേക്കുള്ള അവൻ്റെ പ്രേരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സൽക്കരിക്കാൻ വേണ്ടി അവൻ്റെ പ്രിയപ്പെട്ട ഒരാൾ അവനെ ക്ഷണിക്കുമല്ലോ, അപ്പോൾ ഉത്തരം ചെയ്തു പോവുമല്ലോ, അതുപോലെ ആയിരിക്കും ഇവനുണ്ടാവുക. അതായത് മസ്ജിദിലേക്ക് വരുന്ന ഓരോ ആളുകളും അള്ളാഹുവിൻ്റെ അതിഥികളാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അള്ളാഹു അങ്ങനെ വരുന്ന മസ്ജിദിലേക്ക് വരുന്ന ആളുകൾ കാണുമ്പോൾ അള്ളാഹു സന്തോഷിക്കും എന്നുള്ളത്. നമ്മൾ മസ്ജിദിൽ പോകുമ്പോൾ നിസ്കരിക്കാൻ പോകുന്നുണ്ടല്ലോ, നമ്മളൊന്ന് ആലോചിച്ച് വെക്കുക. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ, അവൻ നമ്മളെ നല്ലൊരു സൽക്കാരം ഉണ്ടാക്കിയിട്ട് നമ്മൾ ക്ഷണിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷവും നമ്മൾ ഒരുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയും നമുക്കുണ്ടാകുന്ന അവസ്ഥയുണ്ടല്ലോ, അതേപോലെ ആയിരിക്കും പിന്നെ ഇബാദത്തിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ അവന് പോകുമ്പോൾ ഉണ്ടാവുക. ആ രീതിയിൽ അവൻ്റെ കൽബ് അവൻ സന്തോഷിക്കുന്ന അവസ്ഥയുണ്ടാകും ഈ ഈമാൻ കൽബിൽ ഉറച്ചു കഴിഞ്ഞാൽ. അവൻ എപ്പോഴും ആ രീതിയിൽ ആ ഒരുങ്ങിപ്പോകുന്ന അവസ്ഥ. എന്നിട്ട് പറയാണ് സൂറത്തുൽ ബഖറയിൽ 15-ാമത്തെ ആയത്ത് കൊടുത്തിട്ട്, വല്ലാഹു യഖ്തസ്സു
ബിറഹ്മതിഹി മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. അള്ളാഹു അവൻ്റെ റഹ്മത്തിന് ചില ആളുകളെ തിരഞ്ഞെടുക്കുന്നു. അള്ളാഹു തആല അങ്ങേയറ്റം മഹത്തായ ഔദാര്യം ചൊരിയുന്നവനാണ് എന്നുള്ളത്. ഇതാണ് ഈ ഒരു വിഷയത്തിൻ്റെ പറഞ്ഞിട്ടുള്ള ഭാഗം. അവസാനത്തിൽ ഒരു ചർച്ചയാണ്, ഞാനത് വായിക്കുന്നില്ല. അതിൻ്റെ ചർച്ചയുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാപം ഒഴിവാക്കുന്നതിലുള്ള സബറാണോ അതല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലുള്ള സബറാണോ ഏറ്റവും വലുത്? അതായത് ഒരാൾ ഒരു തെറ്റ്, ആ തെറ്റ് ഒഴിവാക്കുന്നതിലുള്ള ക്ഷമയുണ്ടല്ലോ, അതാണോ വലുത്? അതല്ല ഒരു സൽക്കർമ്മം, ഒരു നല്ല കർമ്മം, അത് ചെയ്യാൻ അവന് കാണിക്കുന്ന ക്ഷമയാണോ വലുത്? അതാണ് ചർച്ച. ഈ ചർച്ച പിന്നെ ഇബ്നുൽ ഖയ്യിം കിതാബുൽ ഫവായിദിൽ വിശാലമായി ചർച്ച ചെയ്തിട്ട് പറയുന്നത് പാപം ഒഴിവാക്കുന്ന ക്ഷമയേക്കാൾ ക്ഷമ വലുത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതാണ് എന്നാണ്. എന്നാൽ മറ്റു പണ്ഡിതന്മാർ മറ്റേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചർച്ചയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ആകത്തുകയായി അവസാനം ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം മാത്രം വായിക്കുക. വഫസ്ലുൻ നിസാഇ ഫീ ദാലിക്. ഈ ഒരു ചർച്ച ഉണ്ടല്ലോ, ഈ രണ്ട് ചർച്ചകളിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലേതാണ്, അഥവാ അനുസരണം കാണിക്കുന്നതിലുള്ള ക്ഷമയാണോ പാപം ഒഴിവാക്കുന്നതിലുള്ള ക്ഷമയാണോ വലുത് എന്നുള്ളത് ആ അനുസരണത്തെയും പാപത്തിനെയും പരിഗണിച്ചിട്ടാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് പറയാണ്, ഫസബ്റു അല ത്വാഅത്തിൽ മുഅവ്വമൽ കബീറ അഫ്ളലു മിനസ് സബ്രി അനിൽ മഅസിയത്തി സഗീറത്തി ദനിയ. അതായത് വലിയ ബുദ്ധിമുട്ടുള്ള മഹത്തരമായിട്ടുള്ള ഒരു കർമ്മം ചെയ്യാൻ കാണിക്കുന്ന ക്ഷമയാണ് നിസാരമായൊരു പാപം ഒഴിവാക്കുന്ന ക്ഷമയേക്കാൾ വലുതായിട്ടുള്ളത്. വസ്സബ്റു അനിൽ മഅസിയത്തിൽ കബീറ അഫ്ളലു മിനസ് സബ്രി അല ത്വാഅത്തി സഗീറ. വലിയൊരു തെറ്റ് ഒഴിവാക്കാൻ കാണിക്കുന്ന ക്ഷമയാണ് ചെറിയൊരു സൽക്കർമ്മം ചെയ്യാൻ കാണിക്കുന്ന ക്ഷമയേക്കാൾ വലുതായിട്ടുള്ളത്. അതായത് ചെയ്യുന്ന പ്രവർത്തനത്തിനെ നോക്കിയിട്ടാണത് പരിഗണിക്കേണ്ടത് എന്നുള്ളത്. അതിന് ചില ഉദാഹരണങ്ങൾ കൊടുക്കുകയാണ്. വസബ്റുൽ അബ്ദി അലൽ ജിഹാദി മസലൻ അഫ്ളു വഅഅളു മിൻ സബ്രിഹി അൻ കസീരി മിനസ് സഗായിർ. അഥവാ ഒരു അടിമ ജിഹാദ് ചെയ്യാൻ കാണിക്കുന്ന ക്ഷമയാണ് ചെറിയ ചെറിയ നന്മകൾ ചെയ്യുന്നതിനേക്കാൾ വലുത്. വസബ്റുഹു അൻ കബായിരിൽ ഇസ്മി വൽ ഫവായിഷ് അഅളു മിൻ സബ്രിഹി അലാ സ്വലാത്തി സുബ്ഹി വസൗമി യൗമിൻ തതവ്വുഅ നഹ്വു. അതായത് വലിയൊരു വൻപാപം അല്ലെങ്കിൽ ഒരു കൊലപാതകം, ഒരു വ്യഭിചാരം, അല്ലെങ്കിൽ ശിർക്ക്, കുഫ്ർ, അതിലവൻ കാണിക്കുന്ന ക്ഷമയാണ് സുബഹി ജമാഅത്തിൻ്റെയോ അതല്ലെങ്കിൽ സുന്നത്തായ നോമ്പിൻ്റെയോ അവൻ കാണിക്കുന്ന ക്ഷമയേക്കാൾ വലുതായിട്ടുള്ളത്. ഫഹാദാ ഫസ്ലുൻ നിസാഇ ഫിൽ മസ്അലതി വല്ലാഹു അലം. ഇതിൽ നിന്ന് ഒഴിവാകാനുള്ള മാർഗം അതാണ്. അഥവാ വലിയ സൽക്കർമ്മം ചെയ്യാൻ കാണിക്കുന്ന ക്ഷമയാണ് ചെറിയ പാപം ഒഴിവാക്കുന്നതിനേക്കാൾ വലുത്. വലിയ പാപം ഒഴിവാക്കാൻ കാണിക്കുന്ന ക്ഷമയാണ് ചെറിയ സൽക്കർമ്മം കാണിക്കുന്ന ക്ഷമയേക്കാൾ വലുത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മസലയാണ്. പക്ഷെ അത് വിശാലമായ ചർച്ചയാണ്. കിതാബ് ഫവായിദ് 20ഓളം ദലീലുകൾ വെച്ചിട്ടാണ് ഇബ്നുൽ ഖയ്യിം സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സുബറാണ് മറ്റേതിനേക്കാൾ വലുതെന്ന് സ്ഥാപിച്ചിട്ടുള്ളത്. അല്ലാതെ ചർച്ചയുണ്ട്, ഒക്കെ നമുക്ക് പിന്നീട് ഒരിക്കലും എപ്പോഴെങ്കിലും ആ കിതാബുകളിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ 10 കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ പ്രായക്കാരും നമ്മൾ എത്ര ഓടി ഒളിച്ചാലും, എത്ര മുഖംമൂടി അണിഞ്ഞാലും, എന്ത് ചെയ്താലും അതെ, ഈ ഒരു കാലഘട്ടം ഫിത്നയുടെ കാലഘട്ടമാണ്. ശുബ്ഹത്തുകളും ഷഹ്വാത്തുകളും എല്ലാം ഒരുപോലെ വരുന്ന കാലഘട്ടമാണ്. ഷഹ്വത്തുകൾ ഇൽമു കൊണ്ട്, അഖീദ പഠിച്ചുകൊണ്ട്, മൻഹജ് പഠിച്ചുകൊണ്ട്, അതുപോലുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മൾ നേരിടണം. ശുബ്ഹത്തുകൾ അമല് കൊണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ നേരിടണം. എന്നാൽ മാത്രമേ പിശാചിനെതിരെ ജിഹാദ് ചെയ്ത് പരലോകത്ത് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതിനുപകരിക്കുന്ന ചില പാഠങ്ങളാണിത്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖും പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖും നൽകുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.